ദൈവത്തിന് മഹത്വം. അപ്പോൾ നന്നായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാരെയും ദൈവമക്കളെയൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിലെ ഈ വായിച്ച തിരുവെഴുത്തില് പ്രധാനമായിട്ട് ഒറ്റ വാക്കി പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത കാണുന്നുണ്ട്. 3 പ്രത്യക്ഷത ഈ വായിച്ച തിരുവെഴുത്തില് 24 മുതൽ 28 വരെയുള്ള തിരുവെഴുത്തിൽ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത. അത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്, വിഷയത്തോട് ബന്ധപ്പെട്ട് വായിക്കാം. 26-ാം വാക്യം വായിച്ച മോനെ, ആദ്യത്തെ പ്രത്യക്ഷത. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. അടുത്തത്, എന്നാൽ അവൻ ലോകാവസാനത്തിൽ അവിടുന്ന് ലോകാവസാനത്തിങ്കൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ പ്രത്യക്ഷത. ഒന്നുകൂടെ വായിച്ച, എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു, വായിക്കുമോനെ. അങ്ങനെയായ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. പിന്നെ എന്നാൽ അവൻ അവിടുന്ന് ലോകാവസാനത്തിങ്കൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. വായിച്ച തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ 3 പ്രത്യക്ഷതയിലെ ആദ്യത്തെ പ്രത്യക്ഷത, ലോകാവസാനത്തിങ്കൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ആദ്യം പ്രത്യക്ഷനായി. ഇനി ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് 2ാമത്തെ പ്രത്യക്ഷത വായിച്ചേ മോനെ, 24-ാമത്തെ വാക്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി. മോനെ, ഇത് ഇങ്ങോട്ട് മാറ്റി ഒന്ന് വെക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സൗകര്യമാണ്. ഇവിടോട്ട് വെച്ച് ഇങ്ങോട്ട് തിരിച്ചു മോൻ വായിച്ചു, അത് ഇതിവിടെ അവർ ചെയ്തോളൂ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ. ദൈവത്തിന് മഹത്വം. ഒന്നുകൂടെ വായിച്ച 24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി, യേശു ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. ഒന്നുകൂടെ വായിച്ചേ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ. അപ്പം ഇപ്പോൾ യേശു ക്രിസ്തു അവിടെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുക, ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായിരിക്കുക. അത് 2ാമത്തെ പ്രത്യക്ഷത. ഏതാ? നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് അപ്പച്ചാന് പിടികിട്ടുന്നില്ലേ? അപ്പച്ചാനെല്ലാം പിടികിട്ടും, എനിക്കറിയാം. അപ്പോൾ അത് 2ാമത്തെ പ്രത്യക്ഷത നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിൽ. അങ്ങനല്ലേ കുഞ്ഞുട്ടി പാസ്റ്റേ? ദൈവത്തിന്റെ മകന്നു അതെല്ലാം കുറിച്ച് വെച്ചേക്കുന്നു, തെറ്റുകാരനെ പറയണേ. അപ്പോൾ അത് 2ാമത്തെ പ്രത്യക്ഷത. ഇനി 3ാമത്തെ പ്രത്യക്ഷത 28-ാം വാക്യം വായിച്ചേ മോനെ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. 2ാം പ്രത്യക്ഷത എന്നാ കൊടുത്തിരിക്കുന്നെങ്കിലും നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് 3ാമത്തെ പ്രത്യക്ഷത. അപ്പോൾ ഈ 24-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ ഈ വാക്യങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത. ഒരു സന്തോഷവും. ഇപ്പൊ നിങ്ങളുടെ ഈന്താ പുള്ളി പ്രത്യക്ഷപ്പെടുകയോ പെടാതിരിക്കുകയോ പോകുകയോ വരുകയോ 9:30 യോഗം നിർത്താം. അപ്പൊ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രത്യക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വശമുണ്ട്. എന്തുവാ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് ഇങ്ങോട്ട് പൊട്ടി കിളിച്ചതല്ല, നേരത്തെ ഉള്ളവനാ. അതുകൊണ്ടല്ലയോ പ്രത്യക്ഷപ്പെട്ടത്. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ ചിലരോടൊക്കെ ലോഹ്യം പറയുമ്പോഴും പൊടിരസത്തോടൊക്കെ സംസാരിക്കും. എപ്പോഴാ പ്രത്യക്ഷപ്പെട്ടെ ഇല്ലേ? ചിലരുടെ ആ ഇരിപ്പും ഭാവവും ആ വരവും ഒക്കെ കാണുമ്പോൾ നമ്മൾ വളരെ അടുത്ത ഇടപെടുന്നതിനോടൊക്കും എപ്പോഴാ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അന്നേരം ജനിച്ച ആളല്ല, നേരത്തെ ഉള്ള ആളാ. അപ്പൊ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടുന്ന് മുന്നേ ഉള്ളവനാ. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യം ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം. സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിലെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. 66 പുസ്തകത്തിലെ വിശേഷിച്ച് പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിലെ ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ 21 ലേഖനങ്ങളിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം.
എബ്രായ ലേഖനത്തിലെ ഈ വിഷയം തന്നെ നമുക്കറിയാം. എന്തുവാ? ഏറെ നല്ലതല്ലയോ കുഞ്ഞോട്ട് പാസ്റ്റായി? ബെറ്റർ എന്നങ്ങാണ്ടല്ലയോ? ഏറെ ബെറ്റർ താൻ എന്തുവാ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠം, ഏറെ നല്ലത്, വളരെ വിശിഷ്ടമായത്, അത്യുത്തമമായത്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ലേഖനം വളരെ ഈടുറ്റ ലേഖനമാണ്. ചില ആൾക്കാർ എബ്രായ ലേഖനം അങ്ങനെ വലുതായിട്ട് വായിക്കാറില്ല. അതിനൊരു കാരണമുണ്ട്, മിക്കവർക്കും മനസ്സിലാകുന്നില്ല. പിന്നെ നമുക്ക് എബ്രായ ലേഖനത്തിൽ ആകെ കൂടെ പിടികിട്ടുന്ന 2 അധ്യായമാണ് 11ഉം 12ഉം. അത് വായിക്കുമ്പോൾ എല്ലാവർക്കും പിടികിട്ടും. ഇതിലെ വാക്യങ്ങളെല്ലാം നമുക്ക് വളരെ മനപാഠവുമാണ്. ഈ വാക്യങ്ങളൊക്കെ ഉരുവിട്ട് കോട്ട് ചെയ്ത് പ്രാർത്ഥനയുടെ മധ്യത്തിലും ഞങ്ങളെ പോലുള്ള ഉപദേശമാർ പ്രസംഗിക്കുമ്പോഴുമൊക്കെ ഈ 11, 12 അധ്യായത്തിൽ കിടന്ന ഒരു പെരക. ഇതിലെ വാക്യങ്ങളെല്ലാം നമുക്കറിയാം. 12ഒക്കെ അമ്മാമ്മയ്ക്കൊക്കെ നന്നായിട്ട് അറിയാം. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നിങ്ങൾക്ക് സാക്ഷിക്ക് വരുമ്പോൾ ഒരു കറക്കവും കൂടെ ഉണ്ട്, അതാ സഹിക്കാൻ മേലാത്ത. അപ്പോ ഈ വാക്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്ക് മിക്കവർക്കും മനപാഠമാണ്. എന്നാൽ മറ്റധ്യായങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടുകയില്ല. അതുകൊണ്ട് അധ്യായം പലരും വായിക്കാറുമില്ല, കേട്ടിരിക്കാനും പലർക്കും താല്പര്യമില്ല. പക്ഷേ ഈ അധ്യായങ്ങളിലെല്ലാം ആഴമേറിയ ദൈവവചന മർമ്മങ്ങളും സത്യങ്ങളുമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, 1-ാം അധ്യായം മുതൽ 2, 3, 4, 5, 6 അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത അങ്ങോട്ട് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ മഹത്വം. 7 മുതലുള്ള അധ്യായം 7, 8, 9, 10 അവിടുത്തെ ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ള ശുശ്രൂഷകളെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ 9-ാം അധ്യായമാണ് വായിച്ചത്. വേദപണ്ഡിതാക്കളിൽ ചിലർ പറയുന്നത് എബ്രായ ലേഖനം പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകമാണെന്നാ പറയുന്നത്. പുതിയ നിയമത്തിലെ ലേവ്യ പുസ്തകം. കാരണം ലേവ്യ യാഗങ്ങള്, ആരാധന ക്രമങ്ങള്, ചട്ടങ്ങള് ഇതെല്ലാം ഈ പുസ്തകത്തിൽ, ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ എബ്രായ ലേഖനത്തിന് ഒത്തിരി വിശേഷതകളുള്ളത്. ഈ 11, 12 അധ്യായം നമ്മൾ പഠിച്ചല്ലോ, വിശ്വാസ വീരന്മാരുടെ പട്ടിക. പലരും ഗണിക്കാത്ത, പലരും അംഗീകരിക്കാത്ത പലരെയും പൗലോസ് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വം. പലരും ഉന്നതന്മാരെന്ന് ചിന്തിച്ച പലരും ഇതിനകത്ത് വന്നിട്ടുമില്ല. ദൈവത്തിന്റെ മഹത്വ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഈ ലേഖനം വളരെ ആഴമേറിയ ഈടുറ്റ വളരെ ചിന്തനീയമായ ഒരു വിലപ്പെട്ട ലേഖനമാണ്. നമുക്കറിയാം, പൗലോസിന്റെ 14 ലേഖനങ്ങളിൽ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനമാണ്. 1 ഗലാത്യ ലേഖനം, 2 എബ്രായ ലേഖനം, 3 കൊരിന്ത് ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനമാണ്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് വല്ലവർക്കും അറിയാം. കർത്താവിന്റെ മഹത്വം. ഈ 3 ലേഖനങ്ങൾ തർജ്ജമ ലേഖനമാകാൻ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിന് എതിരെ എഴുതിയ ലേഖനമാണ്. കൊരിന്ത് ലേഖനം ജീവിത പെശക് കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനം നമുക്കറിയാം, വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ ഉറപ്പിച്ച് നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ദൈവത്തിന്റെ മഹത്വം. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെയാ. കാരണം ഗലാത്യ വിശ്വാസികള് ഒക്കെ മിടുക്കരാ, നല്ല ആൾക്കാരാ. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഇതിനകത്ത് കയറ്റി ദുരുപദേശക്കാർ ഇതിനകത്ത് വന്ന് നുഴഞ്ഞു കയറി. ദൈവത്തിന്റെ മഹത്വം. ഇവര് വന്ന് ഗലാത്യ ലേഖനത്തിൽ അതിനൊരു പ്രയോഗം കൊടുത്തു, നുഴഞ്ഞു വന്നെന്നാ. വായിച്ചേ മോനെ, 2-ാം അധ്യായം 4-ാം വാക്യവും. ഇതിനോട് ചേർത്ത് യൂദ 3 കൂടെ വായിക്കണം. പെട്ടെന്ന് വായിച്ചോ, 2 പേരും കൂടെ. ഏതായാലും 2 പേരും അടുത്തിരുന്ന് നല്ലതാ കേട്ടോ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റ നോക്കുവാൻ നുഴഞ്ഞു വന്നു. അപ്പൊ ഇവരെ നുഴഞ്ഞാ വന്ന് ആരാ? ഈ ദുരുപദേശക്കാര് നുഴഞ്ഞു വന്നു. ഈ പദമാ യൂദ 3 കൊടുത്തിരിക്കുന്ന. വായിരുമോനെ, യൂദ 3 പെട്ടെന്ന് വായിച്ചു. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ. നന്നായിട്ട് വായിക്കുന്നുണ്ട്, വായിച്ചു. പ്രിയരേ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരിമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെടുത്തുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥന് നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരാജ ജലം മനുഷ്യർ വായിക്കുമോളെ നുഴഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ഗലാത്യ ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും ഇവരെ പറ്റി പറഞ്ഞിരിക്കുക, നുഴഞ്ഞ് വന്നിരിക്കും. ഈ നുഴഞ്ഞുകാറ്റക്കാരെയൊക്കെ കണ്ടോണ്ടാ പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഏത് പൊന്നുമോ വന്ന് പറഞ്ഞാലും
അങ്ങനെ എഴുതിയിട്ടില്ല, പൊന്നുമോനെന്നൊന്നുമില്ല. ഞാൻ അങ്ങ് ബഹുമാനിച്ച് പറഞ്ഞതേ ഉള്ളൂ. ആട്ടെ, ദൈവത്തിന് മഹത്വം. സഭയുടെ പ്രസിഡന്റ് ആയിരിക്കാം, ഓവർസീർ ആയിരിക്കാം, സൂപ്രണ്ട് ആയിരിക്കാം, സെൻട്രൽ പാസ്റ്റർ ആയിരിക്കാം, സെക്ഷൻ പാസ്റ്റർ ആയിരിക്കാം, അവരാരും പറയത്തില്ല. അഥവാ ഏതെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കരുത്. വായിച്ച മോനെ ഗലാത്യലേഖനം 4:2-4 വായിച്ച അവിടെ വഴങ്ങരുതെന്നൊരു പ്രയോഗമുണ്ട്. വായിച്ചേ മോനതെല്ലാം മറിച്ചു വായിക്കട്ടോ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുയേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. അവര് നുഴഞ്ഞു വന്നിരിക്കുന്നു. അടുത്ത വാക്യം, സുവിശേഷത്തിന്റെ സത്യം. സുവിശേഷത്തിന്റെ സത്യം. സത്യമെന്ന് പറഞ്ഞത് വചനത്തിന്റെ സത്യമാണ്. വചനത്തിന്റെ, അതാ സുവിശേഷത്തിന്റെ സത്യം, വചനത്തിന്റെ സത്യം. ഇതിനകത്ത് മായമൊന്നും ചേർക്കരുത്, കൂട്ട് ചേർക്കരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. ഉള്ളതുപോലെ പറയും. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ, കൈ തരുകയോ കൈ തരാതിരിക്കോ, സ്വോത്രം തരികയോ സ്വോത്ര കാഴ്ച തരിക, അതൊന്നും വിഷയമല്ല. ഇതിനകത്തൊന്നും ചേർക്കാൻ നോക്കുകയല്ല. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന്. സുവിശേഷത്തിന്റെ സത്യവചനം എന്നാ വേറൊരു ഭാഗത്ത്, സുവിശേഷത്തിന്റെ സത്യമെന്ന് ഇവിടെ വേറൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന സുവിശേഷത്തിന്റെ സത്യവചനം. ദൈവത്തിന് മഹത്വം. മോനെ വായിച്ച കൊലോസ്യ ലേഖനം 1:3. ഇത് മറിക്കാതെ കണ്ട അത് എടുത്തേടാ. മോന്റെ പേരെന്തു? നിഖിൽ. നല്ല പേരാ, വായിരും. കൊലോസ്യർ 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. ഇപ്പൊ തെളിഞ്ഞല്ലോ, സുവിശേഷത്തിന്റെ സത്യവചനം. അപ്പം ഗലാത്യ ലേഖനത്തിൽ സുവിശേഷത്തിന്റെ സത്യം എന്ന് ഉദ്ദേശിക്കുന്നത് സത്യവചനമാണ്. ഈ സത്യവചനത്തിനകത്ത് നിങ്ങൾ മുമ്പ് മായം ചേർക്കരുത്, കൂട്ട് ചേർക്കരുത്, കുറക്കരുത്. ഉള്ളതുപോലെ പറയണം. ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കോ, നാളെ വേദി കിട്ടുകയോ കിട്ടാതിരിക്കോ, അതൊക്കെ ദൈവമാ തീരുമാനിക്കുന്നേ. സ്തോത്രം. ഉള്ളതുപോലെ പറഞ്ഞോണം. അയാൾ ഇളകുന്നുണ്ടോ ഇളകുന്നില്ലയോ അതൊന്നും നമ്മുടെ വിഷയമല്ല. വായിക്കും മോനെ, സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾ മുമ്പ് കേട്ടതായി. അല്ല മോനെ, ഗലാത്യ ലേഖനം വായിക്കടാ, അത് നമ്മൾ വിട്ടു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്കൊരു നാഴിക പോലും. ഞങ്ങൾ അവർക്ക് നുടഞ്ഞുകയറ്റക്കാർക്ക്, ദുരുപദേശക്കന്മാർക്ക്, ഭാഷണ്ടോപദേശക്കാര്, വിപരീതോപദേശക്കാര്, വിരുദ്ധോപദേശക്കാർക്ക് അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. അന്നേരം അവരെ വിളിച്ച് നമ്മൾ ക്രൂസൈഡ് നടത്തുക. അവരെ വിളിച്ചാ നമ്മള് ഇപ്പോൾ പ്രസംഗിച്ച് നടക്കുന്നതിൽ പേരൊന്നും പറയുന്നില്ല. ഇപ്പൊ പ്രമുഖനായ ഒരുത്തൻ എന്നോടാ പറഞ്ഞ്, എനിക്ക് ഈ വർഗത്തെ ഇഷ്ടമല്ല, നേതാ ബെന്തിക്കോസുകാരെ എന്ന് വെച്ചാൽ അവൻ നെടുകാണെന്ന് പ്രസംഗിച്ച് ബെന്തിക്കോസുകാരുടെ സ്റ്റേജിലാ കയറി പ്രസംഗിക്കുന്നു. പേരൊന്നും ഞാൻ പറയുന്നില്ല. കുഞ്ഞുട്ടി ചാണ്ടിയാണെ പേര് യോഗം കഴിഞ്ഞ് പറയാം. എന്നോട് പറഞ്ഞതാ, എനിക്ക് ഈ വർഗത്തെ ഇഷ്ടമല്ലെന്ന്. ഏതാ ബെന്തിക്കോസുകാരെ. ഞാൻ ഒരു കാര്യം തിരിച്ചങ്ങ് പറയുക, എനിക്ക് എല്ലാവരും എനിക്കിഷ്ടമാണ്. എന്നാലും കൂടുതൽ അങ്ങനെ ഉണ്ടല്ലോ ബഹുമാനിക്കുന്നത് ബെന്തിക്കോസുകാരെയാണ്. അതിന് നിങ്ങൾക്ക് എന്നാ പറയാ, കൂച്ചുമ്പ് കയറുന്നേ. ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ ഇവരായ ഏറ്റവും പ്രിയം. ഇതിനകത്ത് അപാകതയുള്ളവർ കാണും, ന്യൂനതയുള്ളവർ കാണും, പോരായ്മയുള്ളവരൊക്കെ കാണും. അതൊന്നും നമ്മൾ വിധിക്കേണ്ടതൊക്കെ ദൈവം അവരും കൂടെ തീർത്തോളും. പക്ഷേ നിനക്ക് മറ്റ് കാര്യങ്ങൾക്കെല്ലാം പ്രചോദനവും അനുഗ്രഹവും ഒക്കെ ഈ എൻ്റെ ഭാഷ ഈ വർഗമാണ്. അന്നേരം അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഈ വർഗത്തെ ഇഷ്ടം. എന്നിട്ട് അവനാ എടുക്കാൻ നടന്ന് അവനെ അങ്ങ് വിളിക്കുകയോ എല്ലാവരും. പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുന്ന മോശമല്ലയോ. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. ഒരു കാര്യം പറയാം, നീ ഒരു ദൈവപൈതലായതിൽ അഭിമാനിച്ചോണം, സന്തോഷിച്ചോണം. ഞാനെപ്പോഴും പറയും, സുവിശേഷം പറയുമ്പോഴും അഭിമാനത്തോടെ പറയണം. അഭിമാനത്തോടെ. മോനെ ഒരു വാക്യം വായിച്ചേ മോനെ, റോമാലേഖനം 15:21 വായിച്ചേ മോനെ. റോമാലേഖനം 15:21 പെട്ടെന്ന് വായിക്കും. അവനെക്കുറിച്ച്
അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും. അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും. കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും. കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ. അടുത്തത് സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുക. അപ്പോൾ എന്റെ സഹപടന്മാരോടും അവന്റെ കുഞ്ചാനൊക്കെ അവിടെ ഇരിക്കുന്നു. കുഞ്ചാൻ എന്തിനാ പുറകോട്ട് നോക്കുന്നു? ഇങ്ങോട്ട് നോക്കും. സുവിശേഷം അഭിമാനത്തോടെ പറയുന്നുണ്ടല്ലോ. ദൈവത്തിന് മകത്ത് മാന്യ സഹോദരിമാരൊക്കെ പരസ്യോഗം നടത്തുന്നവരുണ്ട്. അഭിമാനത്തോടെ പറഞ്ഞോണം. അല്ല, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവ നേരെ തിരിഞ്ഞു നിൽക്കരുത്. അല്ലെ, നിങ്ങൾക്ക് പരിചയമുള്ള പോയെണ്ണ ഉണ്ട ഇടരുത്. എന്റെ ഭാഷ നെഞ്ചും ഭരിച്ചതല്ല, അഭിമാനത്തോടെ പറയണ സുവിശേഷം. അതിന് ഇത് അഭിമാനമുള്ള മാർഗമാണ്. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു, ആമൻ, യേശു ക്രിസ്തുവിനെ പോലെ അഭിമാനമുള്ള വേറെ അവനിരിക്കുന്നു. അതുകൊണ്ട് ഈ സുവിശേഷം എവിടെയും അഭിമാനത്തോടെ പറയണം. ഇത് സത്യവചനമാണ്. ദൈവത്തിന് മഹത്വം. ഞാൻ ഭാഗം അങ്ങ് അധികം വിവരിക്കുന്നില്ല. അപ്പോൾ നുടഞ്ഞ കയറ്റക്കാർ സഭയിൽ വരും, കേറും, നുടഞ്ഞാ വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കരുത്. ഇപ്പൊ നമ്മൾ പറയാം, ഇച്ചിരി ഇടാ, ഇച്ചിരി കുടിക്കുക, ഇച്ചിരി ആടാ, ഇച്ചിരി പാടാ, എല്ലാം ഇച്ചിരി കൺട്രോൾ പോകരുതെന്ന്. കാരണം സഭയിലെ കാശുള്ള അച്ചായന്റെ മോൻ ബാംഗ്ലൂർ ചെന്ന്, അല്ലെങ്കിൽ കൊടൈക്കാനൽ ചെന്ന്, അല്ലെങ്കിൽ അമേരിക്ക പോയി വന്ന് ഇപ്പൊ അവൻ ഇറക്കിയതാ ചിലത്. കുഴപ്പമില്ല, അച്ചായൻ നമുക്ക് കാശെടുത്ത് വീശുന്ന ആളാ. അച്ചായന്റെ കാശുമായിട്ട് വീട്ടിൽ ഇരുന്നോണം. സഭ ദൈവത്തിൻ്റെതാ. നീ അച്ചായനെ അമ്മാമ്മയെ നോക്കി, അതിവരും നോക്കി ഇതിനകത്ത് ഇതൊന്നും കേറ്റരുത്. അന്തരീക്ഷം എല്ലാം പോകുന്നു. ഇന്നലെ മുട്ടുസൂചി വീണ അറിയാറുന്നാ. ഇന്നും അങ്ങനെ പോട്ടെ. പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ. എന്നാ സങ്കടപ്പെട്ടിരിക്കുന്നു? ഉള്ള കാര്യമായി പറയാന്ന്. ദൈവത്തിന് മഹത്വം. ഇതിനകത്ത് മായമൊന്നും ചേർക്കരുത്. ദൈവത്തിന് മഹത്വം. ഇതിനകത്ത് ഒന്നും കൂട്ടുചേർക്കാനൊക്കത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഗലാത്യ ലേഖനം എഴുതാൻ കാരണം ദുരുപദേശത്തിനെതിരെയാണ്. ദുരുപദേശം ഒത്തിരി കാര്യമുണ്ട്. അങ്ങനെ വന്ന് ഒത്തിരി പറയാനുണ്ട്. എല്ലാം പറയാൻ നേരമില്ല. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരിപ്പം ദിവസവും മാസവും കാലവും ആണ്ടും എല്ലാം അങ്ങ് ആചരിക്കുക, അനുഷ്ഠിക്കുക. വായിച്ചേ, 4-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ചോ മോനെ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാ, ദൈവത്തെ അറിയാതെ. എന്താ? സത്യദൈവത്തെ അറിയാതെ. നമുക്കൊരു കാലത്ത് സത്യദൈവം ഏതാന്ന് അറിയത്തില്ല. അതുകൊണ്ട് എവിടെല്ലാം നമ്മൾ പോയി, കിഴക്കോട്ടോടി, വടക്കോട്ടോടി, തെക്കോട്ടോടി, പടിഞ്ഞാട്ടോടി, കടപ്പുറത്തോട്ടോടി, രക്ഷപ്പെടുമെന്നും പറഞ്ഞ് കടപ്പുറത്തോട്ടോടി പറഞ്ഞ് കടപ്പുറത്തൊന്നും രക്ഷയില്ല, നേരെ കിഴക്കോട്ട് ഓടിക്കാണാൻ. ഉടനെ കുന്ന് കയറി കിഴക്കോട്ട്, കിഴക്കെന്നും പറഞ്ഞ് തെക്കുണ്ടെന്ന്. അപ്പൊ തെക്കോട്ട് ഓടി. ചുരുക്കി സ്ഥലമൊന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ തെക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നുമില്ല, വടക്കാടായിരിക്കുന്നത്. വടക്കാന്ന് തെറിയുടെ അയ്യരുകളിയാ. അപ്പൊ എവിടെല്ലാം നമ്മൾ ഓടി. അന്നേരം ആരാണ്ട് പറഞ്ഞു, കുളത്തിൽ ചാടിയാൽ മതി, എടാ രക്ഷപ്പെടുമെന്ന്. അപ്പൊ എടുത്ത് കുളത്തിലോട്ട് ചാടി. ഏത് കുളവാ? എവിടാ? കോട്ടയം സൈഡാ. അന്നേരം പറഞ്ഞു കുളത്തിൽ ചാടി കൊണ്ടല്ലോ ഉരുളാൻ പറഞ്ഞു. അന്നെടുക്ക കിടന്ന് ഉരുളുക. ഉരുണ്ടപ്പം പറഞ്ഞു ഉരുണ്ടാലേക്കല്ല, മുട്ടയിലങ്ങ് എഴയടാന്ന് പറഞ്ഞു. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടോ യിരെമ്യാവിന്റെ ഭാഷ പറഞ്ഞ ഒരു ഗുണവും വന്നില്ല. ഒരു ഗുണവും വന്നില്ല. മീഖാപ്പയിലൊക്കെ വായിക്കുക, സകല മുഖവും വിളറിയിരിക്കുന്നു. ഈ ചെയ്തെല്ലാം ചെയ്തിട്ട് ഗുണവും വന്നില്ല, മുഖമാന്ന് വിളറിയിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാ സ്തോത്ര സത്യദൈവത്തെ അറിയുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, കർത്താവിനെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോർ, പ്രിയരെ നാമെന്തു ഭാഗ്യമുള്ളോർ. നാഥന്റെ കാഴ്ചവേണ്ടു നാൾതോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോർ, പ്രിയരെ
അറിയാതെ ഞാനും നിങ്ങളും ജീവിച്ചു വരാം. ഇപ്പോഴങ്ങനല്ല. അതാ വായിക്കുന്നത്. എന്നാൽ അന്ന് നിങ്ങൾ വായിച്ച മോനെ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പൊ പല ദൈവങ്ങളുണ്ട്. ആണും പെണ്ണും എല്ലാം ദൈവം കളിച്ചു കിടക്കുക. അതല്ല അങ്ങ് ദൈവം കളിക്കുക. അയ്യോ, സ്വഭാവം വെച്ചാൽ ദൈവമല്ല. അതെന്നാ ഇന്നാള് പറഞ്ഞു ദൈവത്തിന് കോവിഡായിരുന്നെന്ന്. ദൈവത്തിന് എങ്ങനെയാണ് ആ കോവിഡ് വരുന്നത്? അതാ ഞാൻ പറഞ്ഞ സ്വഭാവം വെച്ചാൽ ദൈവമല്ല. പണ്ട് കേട്ടതാ ദൈവം വെന്റിലേറ്റർ കയറിയെന്ന്. എവിടാന്നൊന്നും ചോദിക്കരുത്. പിന്നെ ചോദിച്ചു എങ്ങനെയുണ്ട് ദൈവത്തിന്? ഒരു ചെറിയ അനക്കം ഉള്ളെന്ന്. ഏന പാട്ട് ദൈവമാണ്. ദൈവത്തിൻ്റെ ചെറിയ അനക്കമേ. പിന്നീട് പറഞ്ഞു ദൈവം മിക്കവാറും നാളെ നേരം. അങ്ങനെ ആ ദൈവം അങ്ങ് പോയി. അപ്പം വേറൊരു തള്ള ദൈവം കളിച്ച് കയറി വരിക. തള്ള ദൈവം കളിച്ചപ്പം കോവിഡ്. അപ്പൊ പറഞ്ഞു വെളിയിൽ ഇറങ്ങുകയല്ലെന്ന് പറഞ്ഞു. ദൈവം ഇപ്പൊ ആര് കാണുകയല്ല. എന്നാ പകരുവെന്ന്. അതാ ഞാൻ പറഞ്ഞ സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ല. നല്ലയുടെ ആൾക്കാരാന്ന് തോന്നുന്നു. ആത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്നു നിരൂപിക്കേണ്ടാരും. 10 നൂറില്ല ദൈവങ്ങൾ, സത്യദൈവം ഒന്നേയുള്ളൂ. 10 നൂറില്ല ദൈവങ്ങൾ, സത്യദൈവം ഒന്നേ. ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. ഭൂവാസികളെ ഏക സത്യ ദൈവമേയുള്ളൂ. അപ്പൊ സ്വഭാവത്താൽ ഇവരാരും ദൈവങ്ങളല്ല. വായിച്ച മോനെ 4-8 ഒന്നുകൂടെ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ. എന്നാൽ അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ, നമ്മുടെ കാര്യമാ, ദൈവത്തെ അറിയാന് സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാ ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിയുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഇപ്പോഴത്തെ പല ദൈവം കണ്ടൊക്കെ അങ്ങോട്ട് എന്ന് പറയണം. ആണും പെണ്ണുമൊക്കെ ദൈവം കളിക്കുക. പേരെന്നാണ്? ഞാൻ ഇന്നടുത്തിന്നാ വരുന്നേ. അന്നാരാ പുള്ളി അറിയുന്നു. ഇന്നടുത്തിന്നല്ലേ? എവിടുന്നാ? തടിയൂര്. രാവിലെ തിരിച്ചല്ലയോ? എങ്ങനെ വന്നു? വണ്ടിയല്ല വന്നു. ഇതൊന്നും ദൈവത്തിന് വെളിവില്ലെന്ന്. എന്നാൽ ജീവനുള്ള ദൈവം, ഏകദൈവം, സത്യദൈവം, ആ ദൈവത്തോട് ഇതൊന്നും പറയണ്ട. ഞാൻ തടിയൂരുന്നാ വരുന്നത്. തടിയൂര് ഞാൻ ഇന്നടുത്തയാ പാലക്കാമണ്ണിലെയാണെന്നും ദൈവത്തോട് പറയണ്ട. ദൈവം സകല മണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലയോ? ഞാൻ ഇന്നടത്തെയാ കുമ്പിയിലേത്തെയാ കൊമ്പിക്കുന്നത്തെയാണെന്ന് നീ പറയണ്ട. നിന്നെ അറിയാ, നിന്റെ വല്യപ്പനെ അറിയാ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവായപ്പോഴെ അറിയാ. മാത്രമാണോ ലോകസ്ഥാപനത്തിന് മുമ്പ് യെശയ്യാവിന്റെ ഭാഷ പറഞ്ഞ യുഗാരംഭം മുതൽ ആ ദൈവത്തെ നീ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കണ്ട. നല്ലതുപോലെ അറിയുന്നവനാ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കുക. നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദിപാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി. പിന്നെ പെന്തിക്കോസുകാരോട് പറയാം, നീ വിട്ടതിലോട്ടൊന്നും ഇനി തിരിച്ചു പോകരുത്. ഉപേക്ഷിച്ചതിലോട്ടൊന്നും ഇനി തിരിച്ച് പോകരുത്. അത് തന്നെ കർക്കശമായിട്ടാ പറയാന്നെ. പിതാക്കന്മാരല്ലെങ്കിൽ ആരംഭകാലത്ത് വെളിപ്പാട് പ്രാപിച്ചു വചനത്തിന്റെ സത്യമനുസരിച്ച് സത്യത്തിന്റെ മാർഗത്തിലേക്ക് വന്ന ആരംഭകാലത്തെ ദൈവമക്കൾ വിട്ടതും ഉപേക്ഷിച്ചതും വെറുത്തതും വർജിച്ചതും ഒത്തിരിയുണ്ട്. അതിലൊന്നും ഇനി നീ എടുക്കരുത്, അതിലോട്ട് പോകരുതെന്ന്. ആരോട് പറയാ? ഞാൻ ഇന്ന് ഞങ്ങളുടെ സഭയിലെ പ്രസംഗിച്ചപ്പോ ഒരു ചെറിയ എന്തോ കൊടുക്കും, വെള്ളം കൊടുക്കും. കുപ്പിവെള്ളം ഇല്ലയോ? എടുത്തു കൊടുക്കും. അപ്പൊ ശ്രദ്ധിക്കുക,
നമ്മള് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുന്ന നല്ലത്. ഏതവസ്ഥയെന്നാ ദൈവം നിന്നെ കൊണ്ടുവന്നേ. ഞാൻ ഇന്ന് പകലും അത് പ്രസംഗിച്ചുകൊണ്ട് യെശയ്യാ പ്രവചനം വായിച്ചാൽ മതി. വിഷയം വിട്ടുപോകുന്നെന്ന് അറിയാം, എങ്കിലും ഒരു ദൂത വായിച്ച യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചേ മോനെ, പെട്ടെന്ന് വായിച്ചു. സഹോദരിമാരും വായിക്കാം കേട്ടോ, എടുത്തെങ്കിലും. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കൂ. ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? എല്ലാരും തിരിഞ്ഞു നോക്കണ്ടേ? ഞാനും നിങ്ങളുമല്ല ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ? ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ പഴയതൊന്ന് തിരിഞ്ഞു നോക്കണ്ടേ? തിരിഞ്ഞു നോക്കി അങ്ങോട്ടങ്ങ് പോകണ്ട, തിരിഞ്ഞൊന്ന് നോക്കണം. എങ്ങനായിരുന്നു ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയുക, നീതിയെ പിന്തുടർന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവര്. എന്ത് ഉറങ്ങും? കൺവെൻഷന്റെ ബത്തപ്പാടായിരിക്കും, ഉറക്ക വളച്ചൊക്കെ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇവിടെ നിന്ന് ഉറങ്ങരുത്. അപ്പൊ ശ്രദ്ധിച്ചേ, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ നിങ്ങളെ വെട്ടിക്കെടുത്ത പാറയിലേക്കും കുടിച്ചെടുത്ത കനികർപ്പത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കൂ. അപ്പൊ പഴയതൊക്കെ ഒന്ന് ഓർക്കണം. നീ എങ്ങനെ ഇവിടം വരവന? നീ പണ്ട് ആരായിരുന്നു? നീ നേരത്തെ അല്ല, ഒന്നുകൂടെ, നിന്റെ അപ്പൻ ആരായിരുന്നു? അല്ല, നിന്റെ വല്യപ്പൻ ആരായിരുന്നു? അല്ല, നിന്റെ വല്യപ്പൻ ആരായിരുന്നു? ഇതൊക്കെ നോക്കണ്ടേ? വചനത്തിൽ നിന്ന് തരാം. എന്തിനാ എന്റെ ഓങ്ങാക്കി പിടിക്കാൻ വരുന്നത്? നേരത്തെ അങ്ങനെ ആരായിരുന്നു? വായിച്ച മോനെ, ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ച. നേരത്തെ ആരായിരുന്നെന്ന് അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. ആവർത്തനം 26:5 പെട്ടെന്ന് വായിച്ചു മോനെ. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത്, നീ ദൈവസന്നിധിയിൽ പറയേണ്ട കാര്യമാണ് പ്രസ്താവിക്കേണ്ടത്. എന്തെന്നാൽ എന്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. എന്റെ പിതാവ് ദേശാന്തരിയായ അരാമ്യന. അല്ല, വെട്ടിക്കെടുത്ത പാറയിലേക്കും കുടിച്ചെടുത്ത കനികർപ്പത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇപ്പൊ നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് നമ്മൾ ഇരിക്കുന്നു, നല്ല ഷൂസ് ഒക്കെ ഉണ്ട്, നല്ല കാര്യം ഉണ്ട്, തിളങ്ങുന്ന ഷൂസ് നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നു. അങ്ങനെ വേണം. സ്തോത്രം. നല്ല ഡ്രസ്സും ഒക്കെ ധരിച്ച് അന്തസ്സായിട്ടിരിക്കുന്നു, അങ്ങനെ വേണം. താണ്ടിരിക്കുന്ന പിള്ളേര്, നല്ല പാട്ടുകാർ പിള്ളേർ എഴുന്നേറ്റ് വന്നു, നല്ല എഴുന്നേറ്റ് വന്നു. കൊച്ചുങ്ങളെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ. നിങ്ങളെന്നാ കെട്ടിക്കാൻ പോവാന്ന്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കും. എന്ത് യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ച് നിൽക്കുന്നു. അങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ മുമ്പേ കണ്ടു കാണുമല്ലോ ഇവിടുന്ന് പാടിയപ്പോ. മതി ഇരിക്കേ. ഇപ്പൊ കുറെ പാട്ടുകാർ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും അല്ല, കാല് പറഞ്ഞ കുറെ എണ്ണം. തലേനും തുണിയിടുകയല്ല, ദേഹത്തും ചോവിനിടുകയല്ല. എന്നിട്ട് ഇവിടുന്ന് 2 മൂടിയല്ല ഇട്ട് ഇവളങ്ങ് എന്തുവാ അതിന് പറഞ്ഞ പേര് പറയല്ല, അത് പറ അല്ലെന്ന് വേറെ എന്തായാലും പാട്ട് എന്നതാ കൂന്താം. ശുശ്രൂഷയ്ക്ക് എവിടെ നിൽക്കുമ്പോൾ യോഗ്യമായിട്ട് നിന്നോണം, അല്ലാത്ത ഒറ്റ ഒരുത്തനെ കേറ്റരുത്. യേശുദാസിനേക്കാളും നന്നായിട്ടൊക്കെ പാടുമെന്ന് പറയും, പാടി വീട്ടിലിരുന്ന് പാടിക്കോളും, അല്ലെ വേറെ സ്റ്റേജ് കൊടുത്തോളും. ദൈവമക്കൾ പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് ഈ പന്തലിടുന്നതിന് മുമ്പ് അധ്വാനമില്ലേ? ഇത് ഓരോ രൂപയും വിലയുള്ളതാ. റോഡ് പണിക്ക് പോകുന്നവരുണ്ട്, വീട്ടു ജോലിക്ക് പോകുന്നവരുണ്ട്, റബ്ബർ വെട്ടാൻ പോകുന്നവരുണ്ട്, ഓഫീസ് ജോലിയുള്ളവരുണ്ട്, ബിസിനസ്സുകാർ കാണും, നാനായി വിധത്തിലുള്ള ജോലി ചെയ്യുന്നവരാ. അവർക്ക് കിട്ടുന്നതിന്റെ ഒരു തുകയെടുത്ത് ഈ നാമത്തിൽ അർപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഈ പൈസ കൊണ്ട് ചെലവാക്കി നടത്തുന്ന യോഗത്തിൽ കോഴ തെറ്റി കാല് പറഞ്ഞതിനെ കേറ്റരുതെന്ന്. എന്നാ പാപ്പച്ച കൊടുകൈ എന്നാ ചിലരുടെ മുഖത്തെല്ലാവരും മ്ലാനത പോലെ ഉള്ള കാര്യമായി പറയാനേ. സോംബാസ് യോഗ്യമായിരിക്കണം. ഇത് പ്രോഗ്രാം അല്ല കേട്ടോ, ഇതൊരു ശുശ്രൂഷയാ. എന്റെ കുഞ്ഞുങ്ങളെ, ഇതൊരു ശുശ്രൂഷയാ. സഹോദരന്മാരെ, ഇതൊരു ശുശ്രൂഷയാ. ദൈവദാസന്മാരെ, ഇത് ശുശ്രൂഷയാ. അല്ല, അതിന്റെ ഭയത്തോടും വിറയലോടും ഭക്തിയോടും ചെയ്യണം. ഇപ്പൊ കുറെ ഇറങ്ങിയിട്ടുണ്ട്, കുറെ ഉണ്ട്. 2 പാട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുക. 25,000 രൂപയൊക്കെ 2 പാട്ട് പാടുന്നു. ഇവിടെ ലോക്കൽ പാസ് കടന്ന് 8 പാട്ട് വലിയ പാടുന്നത്. ഞരമ്പെല്ലാം തെളിയുക. ഹൈ കൊടുക്കുന്ന 350 രൂപ. സെക്രട്ടറിയും ട്രഷറും കൂടെ യോഗം കഴിയുമ്പോ അമ്മ അവിടെ നിന്ന് കുശു അയാളും പെമ്പള എടുത്തപ്പോ 2 പേരോട് വലിയ പാടുന്നത്. കണ്ണ് കാണിക്കുന്നുണ്ട്, ഞരമ്പെല്ലാം തെളിയുന്നുണ്ട്. 8 ഞരമ്പ്. അവർക്ക് 350 രൂപ.
ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ ബാബു? മറ്റവൻ 2 പാട്ട് വന്നു 25,000 40,000 ഒക്കെ. എന്നതാടാ ഇത്? എന്നെ മനസ്സിലാകാടിയാന്നോ അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാന്നോ? ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ അങ്ങോട്ട് കൈയടിച്ച് പാടിക്കേ. അന്തരീക്ഷം വേറെയാ. ഭക്തന്മാരെഴുതിയ പാട്ടുണ്ട്. ഭക്തന്മാര് ചുമ്മാ എഴുതിയ പാട്ടല്ല. അനുഭവത്തിന്റെ തീച്ചൂളക്കകത്തൂടെ അവൻ കടന്നു പോയപ്പോൾ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പട്ടിണി കിടന്ന് ശോധനയിൽ കൂടി പ്രതികൂലങ്ങളിൽ കൂടി പോയപ്പോൾ എഴുതിയ വരികളുണ്ട്. അത് പ്രാർത്ഥിച്ച് ഭക്തിയോടൊന്ന് പാടിക്ക്. ഇപ്പോഴത്തെ അന്തരീക്ഷം ഒന്നും വല്ല നേരെ അന്തരീക്ഷം ഉണ്ടാകും. ആ പാട്ട് പാടുമ്പോൾ രോഗശാന്തി ഉണ്ടാകും. ആ പാട്ട് പാടുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകും. ആ പാട്ട് പാടുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. ദൈവത്തിന് അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. പാടി ആരാധിച്ചാൽ അതിന്റെ വിടുതലുകൾ വെളിപ്പെടും. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആരാധനയിൽ വിടുതല. പാട്ടിനകത്ത് ദൈവശക്തി കൊണ്ട് പാട്ട് പാടി ആരാധിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആരാധനയിൽ വിടുതല. ദൈവമക്കൾ ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദബോരയും ബാരാക്കും നഫ്താലിയുടെ സെബൂലൂന്റെ 10,000 പേര് താബോർ മലയുടെ മുകളിൽ കയറി ദൈവത്തെ ആരാധിച്ച് പാടിയപ്പോൾ അന്ന് വൽകിതത്താൽ സൂര്യ വൽകിതത്താൽ കുതിരക്കുളമ്പൊക്കെ ഘട്ടന ചെയ്തു. കുതിരയുടെ തോളം കുതിരമ്പ് ദൂതൻ വെട്ടി. നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസരയുമായി സ്വഗതകളിൽ പൊരുതി. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാ. നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതി. പുരാതന നദിയാ കീശോൻ തോട് തള്ളിയവരെ ഒഴുക്കിക്കൊണ്ടുപോയി. ഈ രാത്രിയിൽ ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. നിന്റെ രോഗബന്ധനം ഇന്ന് രാത്രി അടിക്കുക. നിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കും. ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന കേർന്നു തിന്നുന്ന ദൂഷ്ട വ്യാപാരകടമേ ദൈവിക വിടുതൽ ഇന്ന് രാത്രി മൺകൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. നക്ഷത്രങ്ങൾ പൊരുതി. അവ സീസറയുമായി സ്വഗതികൾ പൊരുതി. എൻ മലവേ മനവേ നീ ബലത്തോടെ നടന്നുകൊള്ളുക. അന്ന് വൽകിതത്താൽ സൂര്യ വൽകിതത്താൽ കുതിരക്കുള്ളിന്റെ ഘട്ടനം ചെയ്തു. വിടുതൽ ഇന്ന് രാത്രി. ഈ രാത്രി നിന്റെ ശരീരത്തിൽ മനസ്സിൽ ആത്മാവിൽ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ മേൽ തലമുറകളുടെ മേൽ ഇന്ന് രാത്രി ദൈവശക്തി ഈ രാത്രി വ്യാപരിക്കട്ടെ. അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്ക്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഈ രാത്രി സമാപന രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാണ്. ഓ കൃപ 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 കൃപ. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. മോനെ പേരെന്തുവാ മൈക്ക് വർക്ക് ചെയ്യുന്നത്? സുധീഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ദൈവം രക്ഷിക്കപ്പെട്ടതാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഈ വർക്കെല്ലാം കഴിഞ്ഞ് വെച്ച് വേറെ പെട്ടുപോകരുത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോളൂ. നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ദൈവം നിനക്ക് പ്രതിഫലവും തരും. ഇത് കേൾപ്പിക്കേണ്ട കാര്യം, അത് നന്നായിട്ട് കേൾപ്പിക്കുന്നുണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് ഏതായാലും പുള്ളിയെ വിളിച്ചോ നന്നായി കേട്ടോ. നല്ലതാ. നന്നായി. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ആവശ്യമില്ലാത്തതൊന്നും കേട്ടരുതെന്നായി പറഞ്ഞത്. അവൻ ദുർബലശക്കാർ നുഴഞ്ഞു വന്നു. ഇങ്ങനെ ഞാൻ പ്രസംഗിച്ച എന്റെ വാപ്പച്ച 9:30 ഇന്ന് 12:30 ആയാലും പോക്ക് നടക്കുകയല്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് വെട്ടിക്കുറയ്ക്കുകയല്ല. ദൈവത്തിന് മഹത്വം. ഗലാത്യ ലേഖനം ഉപദേശ പെശകനെതിരെ എഴുതിയ ലേഖനമാണ്.
എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു. വായിക്കുമോനെ. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. കേട്ടോ, നിന്റെ കുടുംബക്കാരും അറിഞ്ഞില്ലെങ്കിലും ദൈവം നിന്നെ അറിയുന്ന ദൈവമുണ്ട്. ഭാര്യ ഭർത്താവും മക്കളും ഒന്നും അറിയും, പേർഷ്യക്കാരും അറിയത്തില്ലെങ്കിലും നിന്നെ അറിയുന്ന ദൈവമുണ്ട്. അമേരിക്കക്കാരനും കാനഡക്കാരനും ഒന്നും നിനക്ക് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും നിരാശപ്പെടേണ്ട. അവനെ പള്ളും പറയരുത്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? പഴയതിലോട്ട് നീ പോകരുത്. പഴയ ആചാരങ്ങളെ, മാമൂലുകളെ, അനുഷ്ഠാനങ്ങളെ, ആചാരങ്ങള് ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ടല്ലോ, അതിലോട്ട് നീ പോകരുത്. നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുക. മാത്രമാണോ ദൈവം നിന്നെ അറിഞ്ഞിരിക്കുക. ഇതിന്റെ എടുത്ത് പറയാ, നിങ്ങൾ ദിവസങ്ങളും വായിക്കുമോനെ, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. പ്രമാണിക്കുന്നത് അനുകൂലിച്ച് പറഞ്ഞാന്നോ കുഞ്ഞുട്ടി പാസ്റ്റേ? അനുകൂലിച്ചാന്നോ പറഞ്ഞു? നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അങ്ങനല്ല പറഞ്ഞു. അത് തെറ്റാ. ഓ, അന്തരീക്ഷം എല്ലാം പോയി. പെന്തിക്കോസുകാരോട് പറയാം, പെന്തിക്കോസുകാരോട് നീ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചേക്കരുത്. ബലൂണും വീർപ്പിച്ച് തോരണം തൂക്കി കേക്ക് മുറിച്ച് മെഴുകുതിരി നിനക്ക് വട്ട് പിടിക്കും കേട്ടോ താങ്കേ. ബർത്ത്ഡേയുടെ അന്ന് ഒക്കുന്നെങ്കിൽ നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. സാഹചര്യം അനുവദിക്കാനേ സഭയായിട്ടൊരു യോഗം വെക്ക്. 10 ദൈവമക്കൾ കയറി വന്ന് നിന്റെ വീട്ടിൽ ഇരുന്ന് കൈയടിച്ച് പാട്ടുപാടി ആത്മാവ് നിറഞ്ഞ് അവസരം കിട്ടുകാനെ കർത്താവിന്റെ ദാസന്മാർ നിന്റെ തലയിലോട്ട് കൈവച്ചല്ലേ, കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ച് ഒന്ന് സഭയായിട്ട് പ്രാർത്ഥിക്കട്ടെ. അതൊരു അനുഗ്രഹമാണ്. അല്ല നീ മാർബിൾ കേക്ക് ഉണ്ടാക്കി വയസ്സനുസരിച്ചാ മെഴുകുതിരി. ഇവനെല്ലാം ഭ്രാന്താന്ന്. ആഘോഷിക്കാൻ പ്രമാണമില്ല. വാക്യങ്ങളും സമയങ്ങളൊക്കെ എടുക്കേണ്ടത്. അതിന് നിർത്തുക. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, ആണ്ടുകൾ, കാലങ്ങൾ ഒന്നും നമുക്ക് പ്രമാണമില്ല. അതെന്നാ നമുക്ക് എല്ലാ ദിവസവും നല്ലതാ? എല്ലാ ദിവസവും നല്ലതാ? ഇല്ലേ? ഇത് യഹോവയുണ്ടാക്കിയ ദിവസം എന്നാ? ഒരു ഇംഗ്ലീഷ് പാട്ടില്ലേ മോളെ, ദിസ് ഈസ് ദ ഡേ. ഓ, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോണ്ടാന്നു. ഒരു പാട്ടില്ലേ ഇല്ലേ പാപ്പച്ചായ? മോളെ ഒന്ന് പാടിക്കും. നിങ്ങൾ കയറി ഒന്ന് പാടി. എടി കൊച്ചേ പാടാ. ദിസ് ഈസ് ദ ഡേ, ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ്. നല്ല റിജോയ്യ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് നമുക്ക് പ്രത്യേക ദിവസം ആചരിക്കേണ്ട. അതന്നെ നമുക്ക് എല്ലാ ദിവസവും നല്ലതാ. പണ്ടൊക്കെ നമ്മൾ ദിവസവും നാളും ഒക്കെ നോക്കും. ഏതാ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളവരാ. ഏതാ? കല്യാണം വരുമ്പോ ചോദിക്കും, ചെറുക്കനെവിടാ? ചെറുക്കനെ വെണ്ണിക്കുളംകാരനോ? ഓ, പെണ്ണെവിടാ? പെണ്ണ മൂവാറ്റുപുഴക്കാരിയാ. നാളെ നോക്കി. നാളെ നോക്കിയിട്ട് വലിയ കുഴപ്പം. അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. നാളിന്റെ പേര് പറഞ്ഞ് കല്യാണം നടക്കാത്തതും നടന്നതും ഒക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു. ചില ആൾക്കാർ നാളല്ല നോക്കുന്നത്. ഞങ്ങൾ ബന്ധുക്കാരെന്ന് ഇല്ലം എല്ലാവർക്കും പിടികിട്ടുകയല്ല. ഞങ്ങൾ ഒരു ഇല്ലക്കാരാണ്. എടാ വിവരദോഷി, രക്ഷിക്കപ്പെട്ടപ്പോ അതെല്ലാം നിർത്തിയടാ. നീ പിന്നെ ഇല്ലവാന്നും പറഞ്ഞ് ഉമ്മ അതിന് വ്യായി കയറുന്നതിനൊക്കെല്ല. ഒരു തള്ള എന്നോട് പറഞ്ഞ ഞങ്ങൾ ഒരു ഇല്ലക്കാരാണ്. തള്ളയാണ് ഇങ്ങനെ 66 കൈവേ പിടിച്ചോണ്ടാ ഇരിക്കുന്നത്. ഈ മാട്ട് പിടിച്ചു അതിനൊക്കെ. ഇതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാ കേട്ടോ. ഇപ്പൊ ഞാൻ എന്തെയും ദൈവവൈതലാ. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അത്തഞ്ചിത്തിര ജ്യോതി വിശാഖമനന്തൃക്കേട്ട അങ്ങനെയുള്ള നാളുകളുണ്ടല്ലോ. അശ്വതി ഭരണി കാർത്തിക മകയിരം പുണർന്നം പൂയം ഇങ്ങനെയൊക്കെയുള്ള നാളുകൾ. അതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇപ്പോൾ ഇനി അത് ഒക്കത്തില്ല. അതന്നെ നോക്കുന്നവര് നോക്കിക്കോട്ടെ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന നിനക്കത് പ്രമാണമില്ല.
പിന്നെ ഇപ്പൊ നമ്മുടെ നാള് ഏതാന്ന് ചോദിച്ചാൽ, പണ്ട് കോവൂര് കുഞ്ഞോളച്ചമ്മ പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു ഭാഗ്യനാള്. അതാണ് നമ്മുടെ, അതിനൊരു പാട്ടുമുണ്ട്, ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം. അതാണ് നമ്മുടെ നാള്. അപ്പൊ അതാണ് നമ്മുടെ നാള്. ഇനി പിന്നെ നമ്മുടെ ഒരു നാള് നോക്കിക്കൊണ്ടിരിക്കുക. ആ നാള് മറ്റൊന്നുമല്ല, കർത്താവിന്റെ നാള് നോക്കിക്കൊണ്ടിരിക്കുക. പാടാൻ വയ്യെങ്കിലും അറിയാവുന്നവർ കയറി അങ്ങ് പാട്. ആ ഒരു ടീപ്പിയങ്കാര് പാടുന്നൊരു പാട്ടുണ്ട്, എനിക്ക് അറിയത്തില്ല പാടാൻ, ടോണും ഒന്നും ശരിയല്ല. ഇവരൊക്കെ നന്നായിട്ട് പാടുന്ന, പോൾസം പോവുകയും ചെയ്തു. ഇനി ആരുമില്ല പാടാൻ ഇവിടെ, ഇല്ലയോ? പോട്ടെ. ഒരു പഴയ അറിയാവുന്ന ഒരു പാട്ട്, തെറ്റിയാ ക്ഷമിക്കണേ. അന്നാളും നാഴികയും ഞാൻ നോക്കി, ആന്നാളും നാഴികയും ഞാൻ നോക്കി. പാട്. കാലങ്ങൾ എത്ര കാത്തിടേണം, ആന്നാളും നാഴികയും ഞാൻ നോക്കി, ആന്നാളും. അവിടെ ഒരു അമ്മാമ പാടി, ആരോ ഒന്ന് എഴുന്നേറ്റ് വന്നു, ആരോ പാടി അവിടെ നന്നായിട്ട് പാടി. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. വെളിവുള്ളതൊക്കെ ഉണ്ടെന്നേ, പിന്നെ ദൈവത്തിന് മഹത്വം. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, പഴയ നാളൊന്നും ഇനി നോക്കുന്നില്ല, ആചരിക്കുന്നില്ല. കാരണം നാം പുതിയ സൃഷ്ടിയ ദൈവ പൈതല. ഇനി നമ്മൾ കാത്തിരിക്കുന്നത്, നോക്കിയിരിക്കുന്നത് കർത്താവിന്റെ ദിവസത്തിനായി കാത്തിരിക്കുക. അതിലോട്ട് ഞാൻ വരുന്നുണ്ട്, കൊണ്ട് ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ആ പഴയതെല്ലാം അങ്ങ് വിട്ടേക്കണം. ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകളെല്ലാം അങ്ങ് പ്രമാണിക്കുക. ഇപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വെഡിങ് ആനിവേഴ്സറി. അയ്യോ, വെഡിങ് ആനിവേഴ്സറി. രണ്ടുപേരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തും, ഒരു പ്രാർത്ഥന വെക്ക്, ദൈവത്തെ സ്തുതിക്കും. ബുള്ളറ്റിന്റെ പുറകെടുത്ത് ഇങ്ങനെ അമിട്ട് പൊട്ടും പോലെ കൊണ്ടുപോകാം വെമ്പളയായിട്ട്. വെഡിങ് ആനിവേഴ്സറി കൊടൈക്കനാല്, ഊട്ടി, പിന്നെ അവിടെ ഇവിടെ എല്ലാം പോയിട്ട് രണ്ടുപേരോട് ഫോട്ടോ എടുക്കുന്നു, ഐസ്ക്രീം അങ്ങോട്ട് വെക്കുന്നു, അങ്ങ് ഞൊണയുന്നു. ഭയങ്കര ഞൊണച്ചില്ല. രണ്ടും കൂടെ മുട്ടയിലിരുന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അനേക കുടുംബം ശിഥിലമായപ്പോൾ, അനേകര് വിധവകളായപ്പോൾ, അനേകര് ഭാര്യമാരെ നഷ്ടപ്പെട്ടപ്പോൾ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കുവാൻ എന്റെ ദൈവം ചെയ്ത കൃപയോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. അല്ല, നീ ഉമ്മ കോക്കാൻ ബീച്ച് കളിച്ച് നടക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തേ. ഒക്കുന്നെങ്കിൽ അന്നേ ദിവസം സഭയായിട്ട് ഒരു യോഗം അങ്ങ് വെക്കേ. സ്തോത്രം. ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ഒരു അനുഗ്രഹം തരട്ടെ. ദൈവത്തിന് മഹത്വം. ഇതൊക്കെ ചെയ്യേണ്ടത്, ബർത്ത്ഡേയും വെഡിങ്ങും. പിന്നെ ഇപ്പൊ പ്രായമുള്ള മൂപ്പിലമാർക്കല്ല ഇപ്പൊ സൂക്കേട് തന്നെ. സപ്തതി ഷഷ്ടി 60 കഴിയുമ്പോ സൂക്കേടാ. സപ്തതി ഷഷ്ടി, സപ്തതി 70, ഷഷ്ടി 60. വല്യപ്പനെ വല്യമ്മേനെ 2 കസേര. നേരത്തെ ഇതൊന്നും ഇല്ല, ഇപ്പൊ ഇച്ചിരി കാശായെന്നേ. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഇച്ചിരി വരുമാനം വരാറായി. അപ്പൊ നിനക്ക് കുത്തലും തുടങ്ങി. ഇത് കണ്ടമാനം വരുമ്പോ തീങ്കുത്തലുണ്ടാകുമല്ലോ, ഉണ്ടാകും. ആ പഴയ പരിവക്കേടെല്ലാം പാടി. ഞാൻ ചോദിക്കട്ടെ, പാപ്പച്ചാൻ്റെ അപ്പച്ചൻ്റെ കാലത്ത് വല്ലതും വെഡിങ് ആനിവേഴ്സറി വല്ലതും സപ്തതി ഷഷ്ടിയും വല്ലതും? സത്യം പറയണവനോട്. സത്യമേ പറയാവോ? പാപ്പച്ചാൻ സത്യം പറയുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് മഹത്വം. 60, 70. എടാ, ഇത് ഹൈന്ദവ ആചാരങ്ങളിൽപ്പെട്ട വിഷയങ്ങളാണ്. എല്ലാം എനിക്ക് പൊതുവെ പറയാനൊക്കത്തില്ല. ഏകാദശി, ദ്വിതീയദശി, ത്രയോദശി, ചതുർദശി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി. ഇപ്പൊ ഇത്ര പറയുള്ളൂ, ബാക്കിയെല്ലാം പറയാൻ വിവരിക്കാനൊക്കത്തില്ല. അത് ചെയ്യുന്നവര് ചെയ്യട്ടെ. വേർപെട്ട നിനക്കിത് പാടില്ല, പാടില്ലെന്ന്. ഇപ്പൊ ഉപദേശമാര് വരാ ഇത് ചെയ്യുന്നത്. കൊണ്ട് ഷാളണിയിക്കുന്നു, പൊന്നാട ഇടിയിക്കുന്നു, പിന്നെന്താ വേറെ ഏതാണ്ടെല്ലാം കൊണ്ട് കൊടുക്കുന്നു. ഇത് പാടില്ല. വേർപെട്ട ദൈവപൈതൽ കർക്കശമായി വേർപാട് പാലിക്കണം. അത്യാവശ്യമാണ്. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ഗലാത്യ ലേഖനം വിടുക. എബ്രായ ലേഖനത്തിൽ വരണമല്ലോ. ഗലാത്യ ലേഖനം ഉപദേശ പശകനെതിരെയാണ്, എബ്രായ ലേഖനം വിശ്വാസ പശകനെതിരെയാണ്, കൊരിന്ത് ലേഖനം ജീവിത പശക ഉണ്ട്, അതിനെ കറക്റ്റ് ചെയ്യാനാ. കൊരിന്തിലെ വിശ്വാസികൾ നല്ല വിശ്വാസികൾ, അവരെ പറ്റി എഴുതിയിരിക്കുന്ന ഒരു കൃപാവരത്തിലും 1-4 വായിച്ചോ മോനെ, പെട്ടെന്ന് വായിച്ചോ മോനെ. ഒരു കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന് 4-ാം വാക്യം.
നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്ന ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. അപ്പോൾ ഈ കൊരിന്ത് വിശ്വാസികൾ നമ്പർ 1 വിശ്വാസികളാണ്. ഒരു കൃപാവരത്തിലും 1-ാം അധ്യായത്തിൽ ശ്ലാഘനീയമായി അഭിനന്ദിച്ച് ഇവരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയാ, ഒരു കൃപാവരത്തിലും കുറവില്ല. 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ആത്മാവ് ആഴം അറിയുമെന്ന്. 2:9-10 വായിച്ചാൽ മോനെ. 2:9-10 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടു കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. പദം കണ്ടോ, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴത്തെയും അറിയും. 1-ാം അധ്യായത്തിൽ ശ്ലാഘിച്ച് പറഞ്ഞു, ഒരു കൃപാവരത്തിലും നമ്പർ 1 സഭ, മുന്തിയ സഭ, ഇതുപോലൊരു സഭ വേറെ ഇല്ല, നല്ല നമ്പർ 1 സഭ. പക്ഷേ 2-ാം അധ്യായത്തിൽ ഈ സഭയുടെ ആഴം പരിശുദ്ധാത്മാവ് എന്ന് അറിഞ്ഞു. ആഴം പറഞ്ഞാൽ ആത്മാവ് പറഞ്ഞ എന്നാന്നറിയാം, 3:1 വായിരുമോനെ, 3:1. എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരുടെന്ന പോലെ നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരുടെന്നത് പോലെയല്ല, ജഡീകന്മാരുടെന്നത് പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്ന പോലെ എത്രയാ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അതായിരിക്കും. നോക്കിക്കേ, 1-ാം അധ്യായത്തിൽ ഇവർ ഒരു കൃപാവരത്തിനും കുറവില്ല. പക്ഷേ 2-ാം അധ്യായത്തിൽ ഇവരുടെ ആഴമല്ല അറിഞ്ഞാൽ ആത്മാവ് പറയാ, നിങ്ങൾക്ക് പ്രവചനമുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, ദൂതുണ്ട്, കണ്ണടച്ചോണ്ട് നിങ്ങൾ എന്തെങ്കിലും കാണും, അതൊക്കെ നല്ല കാര്യമാണ്. ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ തമ്പറടിക്കും, സൈഡ് ഡ്രം വായിക്കും, ക്ലാർനെറ്റ് വായിക്കും, നന്നായിട്ട് പ്രസംഗിക്കും. പ്രസംഗമാണ്. പ്രാസം ഒപ്പിച്ച് കായ് തുടങ്ങിയ തായ്, തായ് തുടങ്ങിയ നായ്, നായ് തുടങ്ങിയാൽ ലായിൽ, നായ് തുടങ്ങിയ രായിൽ. എന്നാ പ്രസംഗമാണ്. ബൈബിളും ശാസ്ത്രവും ലോകചരിത്രവും സഭാചരിത്രവും പിന്നെ വചനവും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പാഠമാണ്. വേറെ പുസ്തകം ഒന്നും വേണ്ട. അങ്ങ് നല്ലതാ, നല്ല പരിജ്ഞാനമാണ്. പരിജ്ഞാനം നല്ല ടൈവൊക്കെ കെട്ടി കൈ അടിക്കാതെ ഇങ്ങനെ പരിജ്ഞാനത്തോടിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? നല്ല പരിജ്ഞാനം. നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല, വെളിപ്പാടുമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. പ്രവചനമൊക്കെ ഉണ്ട്, ദൂരമൊക്കെ ഉണ്ട്, ഭൂതത്തെ ഇറക്കുകയും കയറ്റുകയും വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. ഇതൊക്കെ ആണെങ്കിലും നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ചിലരെ പറ്റി പറയല്ലേ, അമ്മാമ്മ ആത്മീയ ഭയങ്കര ആത്മീയ ആരാധനയും പ്രാർത്ഥനയും, പക്ഷെ തലയോട് സംസാരിക്കുന്ന വളരെ ഇത് തന്നെ ഇവിടെയും പറഞ്ഞു. അച്ചായൻ സഭയുടെ നെടുന്തൂണാണ്. പ്രബോധനമൊക്കെ ഭയങ്കര നല്ല, വചനമൊക്കെ നന്നായിട്ട് അറിയാം, നല്ല മിടുമിടുക്കാനാ. ആ പാസ്റ്റർ അഥവാ എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയാലും അച്ചായൻ ആ പോയിന്റൂടെ ചേർത്ത് പ്രാർത്ഥിച്ച് അവസാനം മിടുമിടുക്കാനാ. പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ അത് തന്നെ ഇവിടെയും പറഞ്ഞു. നിങ്ങൾക്ക് കൃപാവരമൊക്കെ ഉണ്ട്, ഒരു കൃപാവരത്തിലും കുറവുമില്ല. പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. അതെന്നാ മോനെ പറ്റുന്നില്ലെന്ന് പറയാൻ കാര്യം? ക്രിസ്തുയേശുവിൽ ശിശുക്കളായ മോനെ അത് പറ്റുന്നില്ലെന്ന്. അതിന് കാരണം എന്നാന്ന് വായിക്കടാ. 3:3 കാരണം എന്നാ? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. മതി, എന്തിനാ ഇനിയും താഴോട്ട് വായിക്കുന്നത്? നിങ്ങളുടെ ഇടയില് ഈർഷ്യ, നീ ഇവിടെ വന്ന് കൈയടിക്കാൻ പാടുക, ഗ്ലോറി വിക്ടറി എന്ന് പറഞ്ഞ് തവള ചാടും പോലെ ചാടുക. അയലത്തുകാരോട് പിണങ്ങിയിരിക്കുന്നുണ്ടോ? സഹോദരങ്ങളോട് പിണങ്ങിയാണോ ഇരിക്കുന്നേ? അമ്മായിയപ്പനോടും അമ്മായിയമ്മയോടും അപ്പനോടും അമ്മയോട് രമ്യതപ്പെട്ടാണോ? ഒരു സഭയെ കൂടുന്നവരുമായിട്ട് നീ ഉടക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട്ടോണം. അല്ല, നീ ഇവിടെ കിടന്ന് കാറിന്റെ വൈപ്പർ അടിക്കും പോലെ മഴയത്ത് പോകും പോലെ ഒന്നും പോകണ്ട. അപ്പനോടും മിണ്ടുകാല, അമ്മയോടും മിണ്ടുകാല, അയലത്തുകാരോടും മിണ്ടുകാല, വേണമെങ്കിൽ വൈരാഗ്യോ കൂശുമ്പും കുഞ്ഞും എന്നിട്ട് നിന്നങ്ങ് ചീസ് പാപ്പിയിട്ട് പല അങ്ങ് നിൽക്കുക. തയ്യക്കാരൻ നിൽക്കും പോലെ നിൽക്കുക എപ്പോഴും ഇങ്ങനെ. ആത്മാവില്ല എപ്പോഴും പഴയ തയ്യക്കാരൻ കണ്ടില്ല. നീ തയ്യൽ മിഷനുമായിട്ടൊന്നും വരണ്ട. നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം വൈരുവാനെ 3:3 ഒന്നുകൂടെ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കും അതല്ലല്ലോ നിങ്ങളുടെ ഇടയിൽ വരണ്ടേ? അതാണോ? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും അല്ല വരേണ്ടത്. പിന്നെ എന്തോ വരണം? നിങ്ങൾ കൂടി വരുമ്പോ ഈർഷ്യയും പിണക്കമാണോ?
അല്ല പിന്നെ എന്തുവാ വായിച്ച മോനെ 14:26 നിങ്ങൾ കൂടി വരുമ്പോ എന്തുവാ വേണ്ടത്? വായിര് 14:26 കണ്ണിക തുടങ്ങാൻ നിർത്ത് താഴെ വായിര്. ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങൾ കൂടി വരുമ്പോൾ താഴെ പറയേണ്ട കാര്യമാ വരേണ്ടത്. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. ഈർഷ്യം മണക്കോ അല്ല വേണ്ടത്, സങ്കീർത്തനം വേണം. ഇപ്പൊ ചില വിദ്വാന്മാർ പറഞ്ഞ സങ്കീർത്തനം ഒന്നും വായിക്കരുതെന്ന. സങ്കീർത്തനം ഒന്നും വായിക്കരുത്. പണ്ട് നമ്മുടെ ഒരു ദൈവരാസൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ സങ്കീർത്തനം വായിക്കരുതെന്ന്. ഒരു വിദ്വാൻ അപ്പൊ ചോദിച്ചു അതിനാ സങ്കീർത്തനം വായിക്കരുതെന്ന്. ആ സങ്കീർത്തനം അത് ദാവീദിന്റെ കാര്യമാണ്. അതിനെന്നെ അത് ദാവീദ് പാപം ചെയ്ത ആളാണ്. അതൊന്നും ഇവിടെ പറയണ്ട. പിന്നെ എന്നാ പറയണം? സുവിശേഷം പറയാൻ ഉടനെ പുള്ളി നല്ല എടുക്കാനാ. പുള്ളി ചോദിച്ചു സുവിശേഷം എന്നാൽ എന്നാ? പറ സുവിശേഷം എന്നാൽ എന്നാ? അപ്പൊ പിന്നെ ദാവീദിനെ പറയാൻ എനിക്കല്ലേ ഏടാ പൊട്ടൻ കണാപ്പാ, ഊളം വർത്താനം പറയരുത്. പണ്ട് പട്ടര് ഇന്റർവ്യൂവിന് ചെന്നപ്പം മുസ്ലിമും ക്രിസ്ത്യാനി ആയിരിക്കുന്ന പട്ടര്, പാലക്കാട്ടൻ പട്ടര്, നല്ല ബുദ്ധിമാന്മാരില്ലേ, ശേഷനെയൊക്കെ അറിയത്തില്ലയോ, TN ശേഷൻ. പുള്ളി വന്നാൽ പിന്നെ ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന് തന്നെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് ബുദ്ധി രാക്ഷസന്മാരാ. അപ്പോൾ അത് ഒരു പാലക്കാടൻ പട്ടൻ അങ്ങോട്ട് ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ നമ്മുടെ ആൾക്കാരായിരിക്കുന്നത്. അപ്പം പട്ടരല്ലേ, പൊട്ടനില്ലെന്ന പഴയ ഒരു ചൊല്ലുണ്ട്. പുള്ളി അങ്ങോട്ട് ചെന്നിരുന്ന ഇരിക്കാൻ പറഞ്ഞിരുന്നോണ്ട് നമ്മുടെ ആൾക്കാർ ഈ ഉള്ള മൂരിയേയും കാളയെല്ലാം അടിച്ചല്ലേ ഇവന്മാരിരിക്കുന്നേ. പുള്ളി അങ്ങോട്ട് പുള്ളിയോട് ചോദിക്കാം ഇന്റർവ്യൂവിന് ആ വിഷയം ചോദിച്ചാൽ പോരെ. അവന്മാരെ പുള്ളിയെ ഒന്ന് കൊച്ചാക്കാൻ പട്ടരോട് ചോദിക്കാം എന്തിനാ ഈ കാതയൊക്കെ എടുത്തെന്ന്. പുള്ളിക്ക് കടുക്കനുണ്ടായിരുന്നു, കടുക്കൻ മാറ്റി വെച്ചപ്പം അതിൻ്റെ സുഷിരമുണ്ട് കാതയിൽ. ഇയാൾ ചോദിക്കാം എന്തിനാ കാതയിൽ എന്തിനാ കിടുത്തതെന്ന്. പുള്ളി പറഞ്ഞു ഇതുപോലത്തെ ഊളം ചോദ്യം വരുമ്പോൾ ഇതിലെ കൂടെ പുറകോട്ട് പോകാനാണ്. സൂക്കാട് തീർന്നല്ലോ. തീർന്നില്ലേ? സൂക്കാട് തീർന്നില്ലേ? ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. നിങ്ങൾ കൂടി വരുമ്പോൾ കലകത്തിനും ക്രൂരമുഷ്ടിക്കും വിവാദത്തിനും അന്യോന്യം കടിച്ചു കീറുക, തിന്നാൻ വരിക. മനുഷ്യനെ തീരുകൾ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. മാനീറ്റർ ഒരു ഇംഗ്ലീഷിൽ കേട്ടോ. തെറ്റിയോ പിന്നെ ഉറങ്ങുക. തെറ്റിയോന്ന് ദൈവത്തിന് മകൾ ഭാഷ തെറ്റിയോ? നമ്മുടെ ഭാഷ പേരും എന്തോ വിജയൻ ഭാഷ പുള്ളിക്കൊക്കെ നല്ല ഞാനവിടെ തെറ്റിയോ? മാനീറ്റർ ഉഞ്ചായ തെറ്റിയോ? നിങ്ങൾ കൂടി വരുന്നത് അന്യോന്യം കടിച്ചു കീറാനല്ല. ഞായറാഴ്ച സഭ വരുന്നത് ചർച്ച ചെയ്യാനല്ലെന്ന്. ഞായറാഴ്ച വഴക്കുണ്ടാക്കാനും പുക്കാറുണ്ടാക്കാനും അല്ല സഭ വരുന്നത്. ചൊല്ലിപ്പടത്തിൽ ഈ ഞായറാഴ്ച ഞാൻ ചോദിക്കുന്നുണ്ട്, മിണ്ടിപ്പോകരുത് നീ. ചില പെണ്ണുങ്ങൾ പറയും നിങ്ങൾ തന്നെ ചോദിക്കാത്ത, നിനക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. നീ അവനെ ചാട്ടക്കയറ്റി വിടുക. ഞായറാഴ്ച കൂടി വരുമ്പോഴേ വഴക്കും പുക്കാറും വിവാദമല്ല. പിന്നെ എന്തുവാ കൂടി വരുമ്പോ? വായിക്കും മോനെ, എല്ലാവരും കേക്കട്ടെ. വായിക്കടാ 14:26. സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്. കൂടി വരുമ്പോ സങ്കീർത്തനം ഉണ്ടായിരിക്കണം. പിന്നെ ഉപദേശം പറഞ്ഞിരിക്കണം. പിന്നെ വെളിപ്പാടുണ്ട്. വെളിവുകാടല്ല, വെളിപ്പാടുണ്ടായിരിക്കണം. പിന്നെ അന്യഭാഷയുണ്ട്. നിന്നിട്ടില്ല കേട്ടോ. നിന്നെന്ന് ചിലരൊക്കെ പറയുന്നു. തർക്കിക്കുന്നില്ല. തർക്കം നമുക്കും സഭയ്ക്കും ഇല്ലല്ലോ. ഞാൻ തർക്കിക്കുന്നില്ല. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. വേറെ പുസ്തകത്തിലെ പ്രമാണം അങ്ങനെ ഉണ്ട്. വായിച്ചോ മോനെ. അന്യഭാഷയുണ്ട്. ഉണ്ടെന്ന്, നിന്നില്ലെന്ന്. പിന്നെ വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് വ്യാഖ്യാനമുണ്ട്. പിന്നെ സകലവും ആത്മീക വർധനയ്ക്കായി. നമ്മൾ കൂടി വരുമ്പോൾ ഇതൊക്കെയാ വേണ്ടത്. അല്ലാതെ അതും ഇതും ഞങ്ങളുടെ സഭയിൽ ഒരു തള്ള വരുമ്പോ പറയാം അന്തും ഇന്തും പറയാതെ. ഇതാ പറയേണ്ടത്. ദൈവത്തിന് മഹത്വം. കൂടി വരുമ്പോൾ അന്യഭാഷയും പ്രവചനവും രോഗശാന്തിയും വീര്യപ്രവർത്തിയും വ്യാഖ്യാനവും വചനവും സങ്കീർത്തനം, ഇതൊക്കെയാണ് നമ്മൾ കൂടി വരുമ്പോൾ. കൊരിന്ത്യലേഖനത്തിൽ പറയുക, നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ
ഇരിക്കെ. ആട്ടെ, ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. നിർത്തുക ആ ഭാഗം. അപ്പോൾ ഗലാത്യ ലേഖനം ഉപദേശ പശകനെതിരെ, കൊരിന്ത് ലേഖനം ജീവിത പശകനെതിരെ, എബ്രായ ലേഖനം വിശ്വാസ പശകനെതിരെ. എബ്രായ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിലുള്ളവർക്ക് ചഞ്ചലിപ്പുണ്ടായി, ഇറങ്ങിത്തിരിച്ചത്, ആമേൻ, വിട്ടേച്ചു പോകുന്നത്, വർജിച്ചത്, വേണ്ടെന്ന് വെച്ചത് അബദ്ധമായോ എന്നൊരു ചിന്ത ഇവരുടെ അകത്ത് കയറി. എബ്രായ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഏറെ നല്ലത്. ഇതിലെ പ്രധാനപ്പെട്ട പുരുഷൻ മറ്റാരുമല്ല, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന, ഉന്നതനാകുന്ന, മഹിമയുള്ള നസറയനാകുന്ന യേശു ക്രിസ്തു. ഓരോ അധ്യായത്തിലും നമുക്കറിയാം യേശു ക്രിസ്തു ശ്രേഷ്ഠൻ എന്നങ്ങോട്ട് തെളിയിക്കുക. അവിടുന്ന് ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മഹാപുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, അവിടുന്ന് സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠൻ. എന്നിട്ട് പറയുക, ഇവൻ എത്ര മഹാനെന്നൊന്ന് നോക്ക്, നോക്ക്, നന്നായിട്ട് നോക്ക്. കാണാൻ കൊള്ളാവുന്നവനാ യേശു. ദൈവത്തിന് മഹത്വം. നല്ല സുന്ദരൻ. ശൂന്യക്കാരി പറയാ, എന്റെ പ്രിയനോ വെണ്മയും ചൂമ്പ് കൊള്ളുമ്പോൾ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആട്ടെ, പാട്ടല്ല, സമയം ക്ഷമിക്കും, സമയമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ പാടിച്ചതിന്. 2-3 അടിച്ചല്ലോ മതി. ദൈവത്തിന് ഇവരെ ഞാൻ വിളിച്ചു വരുത്തിയാലോ, വരാൻ പറഞ്ഞു. പകലും ഉണ്ടായിരുന്നു. പകല് നല്ല താളത്തിൽ വായിച്ചു. ഞാൻ പറഞ്ഞു വൈകിട്ടും വരാൻ പറഞ്ഞു. നാളെയും കൂടെ വായിക്കുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ജോൺസാൻ പണങ്ങരുത് കേട്ടോ. ഗൾഫിൽ ചെന്നപ്പോ പുള്ളിയായിരുന്നു എൻ്റെ കൂടെ എല്ലായിടത്തും. എല്ലാം മറന്നു. ദൈവത്തിന് മഹത്വം. ഷാർജ വർഷിപ്പ് സെന്ററിനോട് ചേർന്നാ പുള്ളി താമസിക്കുന്നത്. എനിക്ക് വലിയ ആശ്വാസമായിരുന്നു. അവിടെ അന്ന് ടൈം അനുസരിച്ചല്ലേ യോഗം. 4-5 യോഗത്തിന് കുടിച്ച് പുള്ളിയുടെ വീട്ടിലോട്ട് കയറും, ഒന്ന് കുളിച്ച് വിശ്രമിക്കും, പിന്നെയും വരും. നല്ല ആശ്വാസമായിരുന്നു. ദൈവം വീടെല്ലാം വിട്ടെന്ന് തോന്നി. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ എബ്രായ ലേഖനം ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഇവൻ എത്ര മഹാനെന്ന് ഒന്ന് നോക്ക്, നോക്ക്. ദൈവത്തിന് മഹത്വം. ആട്ടെ, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. 9-ാം അധ്യായം 24 മുതൽ 28 വരെ വായിച്ചത്. ഈ 9-ാം അധ്യായത്തെ 2 ഭാഗമായിട്ടാണ് പഠിക്കുന്നത്. 2 ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൂടാരവും സ്വർഗത്തിലെ കൂടാരവും. 2 കൂടാരം. ഈ ഭൂമിയിലെ കൂടാരവും സ്വർഗത്തിലെ കൂടാരം. അത് എല്ലാം അടുക്കടക്ക്. ഇതൊക്കെ ഇവർ നന്നായിട്ടൊക്കെ പഠിപ്പിക്കുന്നവരായിരിക്കുന്നത്. അവരിയ്ക്കുന്ന കണ്ടോ, ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. എനിക്ക് ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പിന്നെ തെറ്റുന്നുണ്ടോ ഒക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയായിരിക്കുന്നത്. ഇത്രയൊക്കെ ഒക്കുവുള്ളൂ. ബാക്കി നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചേ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ 9-ാം അധ്യായത്തിൽ ഈ ഭൂമിയിലെ കൂടാരവും ഇതുപോലൊരു കൂടാരം സ്വർഗത്തിലുണ്ട്. 2 വ്യത്യസ്തമാണ്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഒത്തിരി വ്യത്യസ്തതകൾ, ഒത്തിരി താരതമ്യ പഠനമൊക്കെ ഉള്ളത്. ഈ ഭൂമിയിലെ കൂടാരം അത് 9:1 എന്ന് വായിച്ചേ മോനെ. 9:1. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും നോക്കിയേ. ഈ കൂടാരം ലൗകികമാണ്. എന്നാൽ അവൻ മേളിലൊരെണ്ണമുണ്ട്, അത് സ്വർഗീയമാണ്. വായിച്ച മോനെ 11-ാം വാക്യം. 9:11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി ഇല്ലാത്തതായി വായിച്ചോ എന്ന് വെച്ചാൽ. എന്നാലും നീ വായിക്കുന്നല്ലോ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. പേര് ഞാൻ പിന്നെയും മറന്നുപോയി. നിഖിലേഷ എന്നൊക്കെ ഒരു പാട്ടിന്റെ വരിയുണ്ട്. പിന്നെ അപ്പം നല്ല 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 പേരാ. ഒന്നുകൂടെ വായിച്ചോ മോനെ 11. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല. ഇങ്ങോട്ട് നോക്കിയേ. എല്ലാ ഭാഗവും എടുത്ത് പറയുവാനായിട്ട് സമയം അനുവദിക്കുന്നില്ല. എനിക്ക് ഈ ഭാഗമൊക്കെ അടുക്കടുക്കായിട്ട് പറയണമെങ്കിൽ കുറച്ചുകൂടെ സമയമൊക്കെ ആവശ്യമായ തത്തുല്യമായ പാട്ടും ഒക്കെ ചേർത്ത് പറയുന്നത്. ഇന്ന് അതിന് മുതിരുന്നില്ല. ഇന്നെല്ലാം അങ്ങ് ട്രെയിനിന്റെ ചങ്ങല പിടിക്കും പോലെ പിടിക്കുക ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 2 കൂടാരം, ഒന്ന് ഈ ഭൂമിയിലെ കൂടാരം, 2 സ്വർഗീയ കൂടാരം. ഈ ഭൂമിയിലെ കൂടാരം താൽക്കാലികമാണ്, പക്ഷെ അത് നിത്യമാണ്. ഈ ഭൂമിയിലെ കൂടാരം ഒരു സാദൃശ്യമാണ്. സ്വർഗീയ കൂടാരം സാദൃശ്യമല്ല,
ദൈവത്തിന്റെ മകൻ, ഒറിജിനലാ. ഈ കൂടാരത്തിൽ, ഏതാ ഭൂമിയിലെ കൂടാരത്തിൽ, പുറപ്പാട് 25 എടുക്കേണ്ടതാ, തുനിയുന്നില്ല, ലേവ്യായും ഒക്കെ എടുക്കണം. ഈ കൂടാരത്തിൽ കൂടെ യാഗം കഴിച്ചിട്ടും പാപത്തിന് പൂർണ്ണ പരിഹാരമില്ല. എന്നാൽ സ്വർഗീയ കൂടാരത്തിലേക്ക് ഒരുവൻ പോയിട്ടുണ്ട്, അവൻ പൂർണ്ണ പരിഹാരം വരുത്തിയച്ച. ഈ ഭൂമിയിലെ കൂടാരത്തിൽ പരിശുദ്ധ സ്ഥലത്ത് ആർക്കും ചെല്ലാൻ ഒക്കത്തില്ല. എന്നാൽ സ്വർഗീയ കൂടാരത്തിലേക്ക് പറയുക, ധൈര്യത്തോടെ ഇഞ്ഞ് കയറി വാ. ദൈവത്തിന് മഹത്വം. ഈ 9-ാം അധ്യായം 2 ഭാഗമായിട്ട്, 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയും 11 മുതൽ 22 വരെയും 2 ഭാഗമായിട്ടാണ്. നമ്മൾ 2-ാം ഭാഗത്തിൽ നിന്നാണ് വായിച്ചത്. 2-ാം ഭാഗത്തിന്റെ 24-ാമത്തെ വാക്യം മുതൽ 28-ാമത്തെ വാക്യം വരെയാണ് വായിച്ചത്. സമയത്തെ ഭയപ്പെടുക, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അങ്ങ് വിട്ടു പോവുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 2-ാം ഭാഗത്ത് ഓർപ്പിച്ചല്ല വായിച്ച തിരുവെഴുത്തിന്റെ വെളിച്ചത്തിൽ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യക്ഷത. ഒന്നാമത്തെ പ്രത്യക്ഷത 26-ാം വാക്യം ഒന്നുകൂടെ വായിക്കും മോനെ, നിഖിലേ, വായിരോ. 26. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പൊ ആദ്യത്തെ പ്രത്യക്ഷത, ആ പ്രത്യക്ഷത എവിടായിരുന്നു ചോദിച്ചാൽ ഈ ഭൂമിയിലേക്ക് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടായതല്ല, അവിടുന്ന് മുന്നമേ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിലേക്ക് അവിടുന്ന് വന്നു. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത. ഈ പ്രത്യക്ഷത ചുമ്മാ വന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതൊന്നുമല്ല. അങ്ങനെ വന്ന ഒത്തിരി ആൾക്കാർ, പണ്ഡിതന്മാരുണ്ട്, പണ്ഡിത ശിരോമണികളുണ്ട്, വിദ്യാനിപുണന്മാരുണ്ട്, മതനേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഭരണതന്ത്രജ്ഞന്മാരുണ്ട്, ഈ ഭൂലോകത്തെ ഭരിച്ച മിടുക്കന്മാർ. അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ, എന്റെ ഭാഷ പറഞ്ഞ അങ്ങ് വളർന്നതാ. യേശുക്രിസ്തു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വീണതല്ല. റബറും കാ പൊട്ടും പോലെ അങ്ങനെ വന്നതല്ല. പണ്ട് ഞാന് ഒരു യാത്ര എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് പോയതാ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ടൂറിസ്റ്റ് ബസ്സിലാണ് പോയത്. ഞാനും ഉണ്ട്. പെന്തിക്കോസുകാർ ഞങ്ങൾ 3-4 പേരേ ഉള്ളൂ. ബാക്കി 10-45 എണ്ണം എല്ലാം മറ്റുള്ളവരാ. അപ്പൊ അവര് വണ്ടിയിൽ സിനിമ ഇട്ടു. നമുക്ക് വല്ലതും മിണ്ടാൻ പറ്റുമോ? എന്നാ ഞാൻ കുറച്ചു നേരം കണ്ണടയ്ക്കും, സ്റ്റണ്ട് വരുമ്പോ ഒന്ന് നോക്കും. മനുഷ്യനല്ലേ, നോക്കിപ്പോയി, പിന്നല്ലാതോ. അപ്പം കേൾക്കുകയും ചെയ്തു. കേൾക്കാം, വണ്ടിക്ക് അതെടുത്ത് ചാടാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പോയപ്പം ആ സിനിമയിലെ ഒരു പാട്ട്, ഏത് സിനിമയാണോ പാട്ടിന്റെ വരി ഒന്നും എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ അതിൽ ഒരു വരി ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. മാനത്തിൽ നിന്നെങ്ങാനും പൊട്ടി വീണോന്ന്. സാമനറിയാമോ? ജോൺസാൻ അറിയാമോ? ഇവരെല്ലാം ആത്മീയരായതുകൊണ്ട് ഇതൊന്നും അറിയത്തുമില്ല. പാഷന്മാർക്കും അറിയാൻ മേല. മാനത്തിൽ നിന്നെങ്ങാനും നിഖിലിനറിയാമോ? അറിയോ? ആരാണ്ട് പാടുന്ന അവിടെ ഇരുന്ന് കേട്ടതാ. മാനത്തിൽ നിന്നെങ്ങാനും. യേശുക്രിസ്തു അങ്ങനെ മാനത്തിൽ നിന്ന് പെട്ടെന്ന് പൊട്ടി വീണതല്ല. അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാണ്. ഫിലിപ്പിയ ലേഖനം പഠിപ്പിക്കുന്ന ദൈവരൂപത്തിലിരിക്കെ, അല്ല, ദൈവമായിരിക്കെ ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി നമുക്ക് വേണ്ടി ഭൂമിയിൽ പ്രത്യക്ഷനായി. ഇതാണ് ആദ്യത്തെ പ്രത്യക്ഷത. നിവാസികളെ രക്ഷ ചെയ്വതീന് അക്ഷയകുമാരനേശു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ ചെയ്വതീന് അക്ഷയകുമാരനേശു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ ചെയ്വതീന് അക്ഷയകുമാരനേശു മർത്യനായി വന്നു. ബേഥലെ പൂജി മുതൽ ഗോശാലയിൽ പിറന്നു. ജാതമോദ ദൂതന്മാർ പാട്ടിടുന്നു തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വന്നതല്ല. അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞ
പറഞ്ഞാൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ അവൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആദ്യത്തെ പ്രത്യക്ഷതയോടെ വരുന്നതിന് മുമ്പേ അവിടുത്തെ പറ്റി എഴുതി വച്ചിരിക്കുക. ചുമ്മാ ഇങ്ങോട്ട് വന്നതല്ല, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. ഒരു വാക്യം വായിച്ചേ മോനെ, അറിവുള്ള വാക്യമാണെങ്കിലും വായിച്ചോ കുഞ്ഞെ. റോമാലേഖനം 1:1-2 വായിര്, പെട്ടെന്ന് വായിര്, പെട്ടെന്ന്. അറിവുള്ള വാക്യമാ എങ്കിലും വായിച്ചോ, പെട്ടെന്ന് വായിര്. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായി. കണ്ടോ കണ്ടോ, കേട്ടോണ്ടിരിക്കുകയാണല്ലോ അല്ലേ? എന്തോ ഒന്നുകൂടെ വായിക്കുന്നെങ്കിൽ ആരും കേട്ടില്ലെന്ന് തോന്നുന്നു. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മുടെ കർത്താവുമാകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ അവിടുത്തെ പ്രവാചകന്മാർ മുഖാന്തിരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ചാടി ഇങ്ങോട്ട് മേളിൽ നിന്ന് വന്നതല്ല, ഇത് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുക. എന്തുവാ? ആദ്യത്തെ പ്രത്യക്ഷത. എങ്ങനെ? അത് പറയാം, അറിയാമല്ലോ, എല്ലാം അറിയാമല്ലോ. ആദ്യത്തെ പ്രത്യക്ഷത എവിടാണ് പ്രത്യക്ഷപ്പെടുമെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. വായിച്ചേ മോനെ, മീക 5:2. എല്ലാം അറിവുള്ള വാക്യമാ, ഒന്നുകൂടെ വായിച്ചു. ആദ്യത്തെ പ്രത്യക്ഷത എവിടാ പ്രത്യക്ഷപ്പെടുമെന്ന്, എവിടെ ജനിക്കുമെന്ന്, ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ മുഖാന്തരം അവിടുന്ന് മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തു. വായിക്കും മോനെ, മീക 5:2. നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപനായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു. എവിടെ ജനിക്കും? ഈ ആദ്യത്തെ പ്രത്യക്ഷത, ആ ഒന്നാമത്തെ പ്രത്യക്ഷത വിഷയത്തോട് ബന്ധപ്പെട്ട് ആദ്യത്തെ പ്രത്യക്ഷത എവിടെയാണ് ജനിക്കുന്നെന്ന് മീഖായിൽ കൂടി ദൈവം നേരത്തെ അറിയിച്ചു. എവിടാ ജനിക്കുന്നത്? ബേത്ലഹേം. അവിടെ ആണോ ജനിച്ചേ? ഇവിടെ പറഞ്ഞു പിന്നെ ബേർശേബയിലാണോ ജനിച്ചേ? ബേത്ലഹേമിൽ തന്നെ ജനിച്ചേ. വായിര് മോനെ, മത്തായി 2:1. ചടികടാന്ന് വായിക്കടാ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്നാലും ചടികടാന്ന് വായിക്കുന്നുണ്ടോ? വായിരും എടുത്തു കൊടുക്കടാ അവന്. രാജാവിന്റെ കാലത്ത് ബേത്ലഹേമിൽ ജനിച്ച ശേഷം. അപ്പം മീകാ പ്രവചനം 5:2 പറഞ്ഞു ബേത്ലഹേമിൽ ജനിക്കും. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ പ്രവചനത്തിന്റെ നിവർത്തി എന്നവണ്ണം അവിടെ തന്നെ ജനിച്ചു. ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. കന്നി മരിയ പെറ്റ പൈതലേ, കന്നി മരിയ പെറ്റ പൈതലേ, എന്നും സ്തുതിപ്പവർക്ക്, എന്നും സ്തുതിപ്പവർക്ക് ഭാഗ്യമേക് ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ, ബേത്ലഹേം പട്ടണത്തിൽ ജാതനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പോൾ ഇത് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ആ പ്രത്യക്ഷനായത്. അപ്പോൾ എവിടെ പ്രത്യക്ഷപ്പെടും? ബേത്ലഹേമിലായിരിക്കും തന്റെ ജനനം. സൂക്ഷം അവിടെ തന്നെ ജനിക്കുകയും ചെയ്തു. എന്താ യേശു യഹൂദയിലെ ബേത്ലഹേം? എങ്ങനെയല്ലയോ മോനെ വായിക്കണം. നീയോ ബേത്ലഹേമേ, എന്നോടാണോ നീയോ ബേത്ലഹേമേ? അങ്ങോട്ട്. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം. യഹൂദിയിലെ ബേത്ലഹേം. അപ്പം വേറെ ബേത്ലഹേം ഉണ്ട്. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. ആ ഭാഗത്തേക്കൊന്നും ഇന്ന് പോകുന്നില്ല, വേറെ ഉണ്ട് ബേത്ലഹേം. അപ്പോൾ യഹൂദിയിലെ ബേത്ലഹേം. അതെന്താ അവിടെ ജനിക്കാൻ കാര്യം? അതിനൊത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം മാത്രം പറയാം. ഒത്തിരി ഉണ്ട്, അടുക്കടുക്കായിട്ട് പറഞ്ഞാൽ ഇന്ന് പറയാൻ അതേ ഉള്ളു. ഒരു കാര്യം പറയാം. ഈ യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിക്കാൻ കാരണം, ഒരു കാരണം പറയാം. വായിച്ചേ, ഉൽപ്പത്തി പുസ്തകം 30
35:16. അറിവുള്ള വാക്യമാ, വായിച്ചോ. ഉൽപ്പത്തി 35:16. വായിക്കേ. അവർ ബേത്ലഹേമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. എഫ്രാത്തയിൽ എത്തുവാൻ അല്പദൂരം മാത്രമേ ഉള്ളപ്പോൾ ബേത്ലഹേമിൽ യാത്ര അങ്ങോട്ട് പുറപ്പെട്ട് എഫ്രാത്തിലെത്താൻ അല്പദൂരമുള്ളപ്പോ റാഹേൽ പ്രസവിച്ചു. റാഹേൽ പ്രസവിച്ചു. അടുത്തത്, പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദന ഉണ്ടായി. കഠിനവേദനയോടുകൂടെ പ്രസവിക്കുന്നു. അടുത്ത വാക്യം. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിന വേദന ആയിരിക്കുമ്പോൾ സൂതികർമ്മണി അവളോട് ഇതുവരെ മകനായിരിക്കും എന്ന് പറഞ്ഞു. ജീവൻ പോകുന്ന സമയത്ത് അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു, അവന്റെ അപ്പൻ അവന് ബെന്യാമീൻ എന്ന് പേരിട്ടു. അടുത്ത വാക്യം. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അപ്പോൾ റേച്ചൽ ആന്റിയെ അടക്കിയ സ്ഥലമാണ് യഹൂദയിലെ ബേത്ലഹേം. സൂക്ഷ്മേശു അവിടെ ജനിച്ചു. അതിനാ കാരണം. ചരിത്രത്തിലോട്ട് പോകാൻ ഇന്ന് മുതിരുന്നില്ല. ഒറ്റ വാക്ക് പറഞ്ഞ ഭാഗം വിടുക. ദൈവത്തിന്റെ മഹത്വം. ഇവിടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവൻ പോകുക. അതിനാ ജീവൻ പോകുക എന്ന് പറഞ്ഞ മോനെ, അവിടെ ഒരു പദമുണ്ട്, ജീവൻ പോകുന്ന സമയം. അതൊന്ന് വായിച്ചു. ജീവൻ പോകുന്ന സമയം. മതിടാ, അതാ അതിന്റെ കറക്റ്റ് വായനയാ. ജീവൻ പോകുന്ന സമയം. ജീവൻ പോകുക എന്ന് പറഞ്ഞ പാപ്പച്ചായോ, ജീവൻ പോകുക എന്ന് പറഞ്ഞ ഒന്നുകൂടെ തെളിയിക്കാം. ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ജീവൻ രക്തത്തിലാണ്. അപ്പച്ചൻ പണ്ടേ വന്ന് ബിംബം കാണാതെ പോയപ്പം അച്ചായനൊരു അന്വേഷണത്തിന് വന്നപ്പോ ഈ കൊച്ചമ്മ ഏതാ, റേച്ചൽ ജേക്കബ്, നല്ല വെടിക്കെട്ട് പേരാ. അപ്പോൾ റേച്ചലമ്മ പറഞ്ഞു, പപ്പ ഞങ്ങൾ ഫാസ്റ്റിംഗ് പ്രയറില്ല, ഇപ്പൊ എഴുന്നേക്കത്തില്ല, 21 ഇപ്പൊ എഴുന്നേക്കത്തില്ല. കള്ളം പറഞ്ഞു. അപ്പനങ്ങ് പോയി. ഏത് വിഷയത്തിൽ ഇവള് കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ഇവളെ പിടികൂടി. അതാ ജീവൻ പോകുക, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. സഹോദരിമാരെ, എന്നെയും കൂടെ പ്രതിയാക്കിയ ദൈവദാസന്മാരെ, ദൈവമക്കളെ, കള്ളം പറയരുത്. ഇച്ചിരി ഒരു ബിംബത്തിന് വേണ്ടി കള്ളം പറയരുതേ. 10 രൂപയ്ക്ക് വേണ്ടി കള്ളം പറയരുതേ. 1/2 സെന്റ് ഭൂമി അവന്റെ വക്രിച്ചെടുക്കാൻ കള്ളം പറയരുതേ. അതിന് മാറ്റരുത്, കല്ല് മാറ്റരുത്. ഇപ്പോഴും മുട്ടുസൂചി വീണ അറിയാം. ഏത് വിഷയത്തിൽ ഇവള് കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടിച്ചു. ചില പറയത്തില്ല, എന്നെ അമ്മാമ്മ യോഗത്തിന് വരാഞ്ഞ തലവേദനയായിരുന്നു. പക്ഷെ തള്ളയ്ക്ക് ഒരു കുഴപ്പമില്ല. സൂക്ഷം നിനക്ക് തലവേദന വരും. എന്നാ യോഗത്തിന് വരാഞ്ഞ് പെട്രോൾ ഇല്ലായിരുന്നു, ടാങ്ക് നിറച്ചു കിടക്കുക, എന്നാലും കള്ളം. സൂക്ഷം നിന്റെ പെട്രോൾ തീരും. കൺവെൻഷൻ എന്തെങ്കിലും ചില 5 പൈസ കയ്യിൽ, സൂക്ഷം അതുപോലെ വരും. എന്നെ ആരാധിക്കാഞ്ഞ് എന്നാന്നറിയാമല്ലേ പാസ്റ്റർ, ഒരു അങ്ങനെ വരും. നാവിന്മേലാ ജീവനും മരണവും. ഇവളേത് വിഷയത്തിൽ കള്ളം പറഞ്ഞോ ആ വിഷയത്തിൽ ദൈവം പിടികൂടി, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് മകൻ ജീവൻ പോകുന്ന സമയത്ത്. അപ്പം ഈ സൂതികർമ്മണി പറഞ്ഞു, കൊച്ചമ്മേ ആങ്കൊച്ച. ഉടനെ അവള് കണ്ണുനീരോടെ പറഞ്ഞു, വേനോനി അവന്റെ അപ്പനവന് വലം കൈയുടെ പുത്രൻ എന്നുള്ള അർത്ഥം വരുന്ന ബെന്യാമീൻ എന്ന് പേരിട്ടു. അവളെ വഴിയരികെ അടക്കി. അടക്കിയ സ്ഥലമാ യഹൂദയിലെ ബേത്ലഹേം, എഫ്രാത്തില്. അവളെ അടക്കി. പക്ഷെ ഒരു ഗുണമുണ്ടായി.
യിരെമ്യാ പ്രവചനം കൂടെ എടുപ്പിക്കുന്നില്ല, ചേർത്ത് പഠിക്കുമ്പോൾ ഇവള് ജീവൻ പോകുന്ന സമയത്ത് തന്റെ കുറവുകളും പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞെന്നാ പറയുന്നത്. റേച്ചൽ റാഹേലിനെ പറ്റി പഠിക്കുമ്പോൾ ഒന്ന് മരുക്കമില്ലാത്ത പച്ചക്കിടാവാ, മരുക്കമില്ല എന്ന് പറഞ്ഞ് ആരോട് ഇണങ്ങാത്ത ഒത്തിരി എണ്ണമുണ്ട്. അമ്മായിയമ്മോട് ഇണങ്ങുകയല്ല, നാത്തൂനോട് ഇണങ്ങുകയല്ല, അപ്പുറത്തെ വീട്ടുകാരോട് ഇണങ്ങുകയല്ല, ഭർത്താവിനോട് അവൻ പിന്നെ അങ്ങ് ആനക്കാരൻ പോലെ തോട്ടിയായിട്ട് പുറകെ അവനോട് ഇണങ്ങുകയല്ല, ആ ഭർത്താവിൻ്റെ അനിയനോട് ഇണങ്ങുകയല്ല, സഭയെ വന്ന ഒരെണ്ണത്തിനോട് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇപ്പം മൂടി പതിച്ചിരിക്കുന്നുണ്ട്, ഏതാണെന്നൊന്നും ആർക്കും പിടിക്കട്ടെ. അല്ല, ആറ്റം വാറതാനൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഉണ്ടെന്ന് ഇണങ്ങുന്നില്ലല്ലോ. അപ്പൊ ഇവള് ഒന്ന് മരുക്കമില്ലാത്ത പശുക്കിടാവാ. മരുക്കമില്ലാത്ത കിടാവിന്റെ ഒരു വിശേഷത, മൂക്കേറ് ഇടാൻ സമ്മതിക്കുകയല്ല. എന്തിനാ കിടാവിന് മൂക്കേറ് ഇടുന്നത്? എന്തിനാ പാപ്പച്ച? പിടിച്ചാ പിടിക്കുന്നിടത്ത് നിൽക്കണം. മൂക്കേറെ അങ്ങോട്ട് ഇടുമ്പോ വലിക്കുമ്പോ ഇങ്ങനെ നിൽക്കൂ. ആത്മീക ജീവിതത്തിൽ ഒരു മൂക്കുകയറ് വേണം. എല്ലാം പിടികിട്ടുന്നുണ്ടോ? ആത്മീക ജീവിതത്തിന് ഉമ്മ കയറും പൊട്ടിച്ച് കിടക്കരുത്. യാഗപടത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറ് കൊണ്ട് കെട്ടണം. ചണ്ടപ്പുറത്ത് ഓലിടുന്നിടത്ത് നീ പോകരുതെന്ന്. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ കന്നഡമെല്ലാം പറയുന്നില്ല ഞാൻ. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ 28 കെട്ടിന് ആണ്ടിയാത്തതിനും അടിയന്തരത്തിനും 16 അടിയന്തരത്തിനും ഓരാണ്ടിനും അതിനും ഇതിനും എല്ലാം പോയിച്ച് ഞായറാഴ്ച ആകുമ്പോ ചങ്ങാടം തള്ളിക്കൊണ്ട് വരുന്നത് പോലെ വരിക. എന്തിനാടാ ഇങ്ങനെ വരുന്നേ? ഇത് വേർപാടിന്റെ ഉപദേശമാ. യഹോവയുടെ ആലയത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ നെഞ്ചുവേദന വന്നെന്നാന്നോ? സന്തോഷിച്ചെന്നാ? ആലയത്തിലോട്ട് വന്നപ്പോഴേ നോക്കില്ലാർക്കും മതി വര മന്ദിരം, നോക്കില്ലാർക്കും മതി വര മന്ദിരം, നോക്കില്ലാർക്കും മതി വര മന്ദിരം, ഭാഗ്യനാഥന്റെ ദിവ്യമാലയം, ഭാഗ്യനാഥന്റെ ദിവ്യമാലയം, നോക്കിലാർക്കും മതി വര മന്ദിരം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ആലയത്തിലേക്ക് പോകുന്നെന്ന് പറയുമ്പോ സന്തോഷമാ, സന്തോഷമാ. ഒന്ന്, ഇവള് മരുക്കമില്ലാത്ത വശക്കിടാവാ. 2, ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുന്നവളാ. അയാളെ ഇവള് കട്ടകാരം മുള്ളയിലാ നിർത്തിയേക്കുന്നത്. കട്ടകാരം മുള്ളെന്ന് പറയുന്നൊരു മുള്ളുണ്ട്, ഇല്ലേ ബാബുജ? അത് കൊണ്ടാ എന്നോ കഴപ്പും വേദനയാണെന്നറിയാമോ? കട്ടകാരം മുള്ളു കൊണ്ടാലേ അങ്ങ് ചൂള് 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 ചൂളാന്ന്. ഇവള് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുക. ആ തെളിവ് തരാം. ഇവളൊരു സുപ്രഭാതത്തിൽ യാക്കോബിനോട് പറയുകയോ, യാക്കോബിനോട് ഇവള് പറയുകയോ, ആ മോനെ 30-ാം അധ്യായത്തിന്റെ 1-ാന്ന് തോന്നുന്നു, ഒന്ന് വായിച്ചു. അതാണോ പാപ്പച്ചായ? ഞാൻ റെഫറൻസ് ഇപ്പൊ എനിക്കങ്ങ് മറവിയും കൂടെ. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തന്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. മരിച്ചു പോകുന്നല്ല, ഞാൻ മരിക്കുമെന്ന്. ഇവൾ ആത്മഹത്യയുടെ സ്വരം. നീ എനിക്ക് പിള്ളേരെ തന്നില്ല, ഞാൻ ചാകുമെന്ന് പുള്ളിയെ ഭീഷണിപ്പെടുത്തുക. അങ്ങനെ ഭർത്താവിനെ ഭാര്യയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരില്ലേ? ചില പറയുന്നില്ല, ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, അകത്തോട്ട് കയറി കഥ വലിച്ചു ഒരാട്ട അടുത്തേച്ച് പിന്നെ അനക്കോവില്ല. അവൻ അവിടെ പമ്മി ഇരുന്ന് ചിത്ര കഴിയുമ്പം മോളി, പിന്നെ ബോളി, അവക്കൊരനക്കോവില്ല. പിന്നെ അവൻ മോളി, പിന്നെ അവൻ ടോണ് മാറും, മോളി മോളിയെ മോളി. അവനെ സപ്തസ്വരവായിന്നെ. ഇതാരോടെങ്കിലും വിളിച്ചു പറയാൻ പറ്റുമോ? കൂട്ടുകാരോട് പറയാൻ പറ്റുമോ? വീട്ടിൽ വിളിക്കാൻ പറ്റുമോ?
അന്നേരം ഇവളെന്നെ എടുക്കുക. അവൾ അകത്ത് കിടന്ന് പാൻ 5 ലിറ്റർ വെച്ച് മൂടി പതച്ച് അവൻ നിറനിറാന്നിരിക്കുക. ഉണ്ടെന്ന് അത്തറിയൊക്കെ ഇതിനകത്ത് ഉണ്ടെന്ന് ഇല്ലേ പാപ്പച്ചായ? പുള്ളി ഓർക്കുക, ദൈവമേ ഞാൻ വന്ന് അടുക്കുക ഇരിക്കുകയും ചെയ്തു, ഇന്ന് അധ്യക്ഷനുമായി മുഴുവൻ പാപ്പ സന്തോഷമുള്ളത് കൊണ്ടാണ് ദൈവത്തിന് മകൻ. ഞാനങ്ങ് കോറിനെ ചാരി നമ്പൂരിക്കിട്ട് അടിക്കുക. പിന്നെ അത്ര ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ഇവള് ഭീഷണി മുടക്കി, നീ എനിക്ക് മക്കളെ തന്നില്ലേ ഞാൻ? അപ്പൊ യാക്കോബ് പറഞ്ഞു, എടി ഞാൻ ദൈവത്തിന്റെ പക്ഷത്താണോ, നീ ദൈവത്തോട് അപേക്ഷിച്ചു ഇല്ല, ഞാൻ ചാകും. നിന്റെ നാവിന്മേലാ ജീവനും മരണവും. വർഷങ്ങൾ കഴിഞ്ഞു. കർത്താവ് പറഞ്ഞു, എന്നാ കൊച്ചിനെ പിടിച്ചോ, നീ അത്തോളാൻ പറഞ്ഞു. കൊച്ചിനെ പിടിച്ചോ, ബെന്യാമീൻ നീ എത്തൂ. നീ പറഞ്ഞല്ലേ യാവൂന്ന്. നിന്റെ നാവ് കൊണ്ടല്ലേ പറഞ്ഞേ. പിള്ളേരെ തന്നില്ലേ, ചാകും. കർത്താവ് പറഞ്ഞു, പിള്ളേരെ പിടിച്ചോ, നീ ഇവിടെ വെച്ച് ചാത്തു. നിനക്ക് മക്പേലായി പോകാനോത്തോ? വഴിയരികെ അവിടുന്ന് ഏതാണ്ട് 100 മൈൽ എന്നാൽ മക്പേലായി ചെല്ലാം, ഒത്തില്ല, പോകാനൊത്തില്ല. എന്നാൽ 1000 മൈലപ്പുറം കിടന്ന യാക്കോബിനെ അവിടെ കൊണ്ടുവന്നു. യാക്കോബ് മിസ്രയീമിൽ വെച്ചാ മരിച്ചത്. ഏതാണ്ട് 1000 മൈലോളം ദൂരെ കിടന്ന് മരിച്ച യാക്കോബിനെ മിസ്രയീമിലെ കോവിൽ അധികാരികൾ തുടങ്ങി സകല സന്നാഹത്തോടും കൊണ്ടുവന്ന് മക്പേലായിൽ അടക്കി. അബ്രഹാം പണ്ഡിതനായി അപ്പുറം വിലയ്ക്ക് വാങ്ങിയ നിലവും അതിലൊരു ഗുഹയാ. അബ്രഹാമിനെ അവിടെ അടക്കി, സാറായെ അവിടെ അടക്കി, ഇസഹാക്കിനെ അവിടെ അടക്കി, റബേക്കയെ അവിടെ അടക്കി, യാക്കോബിനെ അവിടെ അടക്കി, ലേയായെ അവിടെ അടക്കി, റേച്ചലിനെ വഴിയിലും അടക്കി. ഞാൻ ഈ പറയുന്ന ഭാഗം എല്ലാവർക്കും മനസ്സിലാകത്തില്ല. വചനത്തിൽ കൂടെ കയറി ഇറങ്ങുന്നവർക്ക് ഇത് പിടികിട്ടും എന്നാന്ന്. അപ്പൊ 1 അഹങ്കാരിയ, 2 ചേട്ടത്തിയോട് അസൂയ, 3 ആത്മഹത്യയുടെ ഭീഷണി, 4 സൗന്ദര്യം ഉള്ളതിന്റെ ഒരു ചെറിയ ഹൂങ്കും തട്ടുമൊക്കെ ചേട്ടത്തിയുടെ കണ്ണ് അത്ര നല്ലതല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ പിടിവാശി കൊണ്ട്. പിന്നെ മാത്രമാണോ, അയ്യോ കൊച്ചുണ്ണി പോലും അമ്മാമ്മയുടെ ട്യൂഷൻ ക്ലാസ്സാ. ഏത് കൊച്ചുണ്ണിയാ? കായംകുളം കൊച്ചുണ്ണി വരെ അമ്മാമ്മയെ എങ്ങനെ അടിച്ചു മാറ്റുന്ന അത് പറയാടാ. വാ, എത്ര കലാപരമായിട്ട് അപ്പൻ്റെ വീട്ടിൽ ഇരുന്ന് ഗൃഹമുമ്പ് അടിച്ച് ഒട്ടകോപ്പിനകത്തോട്ട് അത് തോളൽ വാനിറ്റി വാങ്ങാൻ പറഞ്ഞാൽ അമ്മാമ്മയും പാടുക, പ്രൈശലാൻറ്റി പ്രൈശ മോക്ഷയാത്രയാണിത് ഞാൻ അപ്പൊ ഇതിനകത്ത് കിടന്ന് അടിക്കുക ബിംബം. അവളും പ്രൈസ് ആൻഡ് വർഷിപ്പിനുണ്ട്. അപ്പൊ ചായോ അവളും ഉണ്ടെന്ന് ബിംബം അടിച്ചു മാറ്റിയാച്ചേ. സഹോദരന്റെ വസ്തു അടിച്ചു മാറ്റരുത്. ഇവൻ നിന്നെ സന്തതിയെ പിടിക്കും. അയലത്തുകാരന്റെ അതിര് മാന്തരുത്. നീ അവസാനം മെഡിക്കൽ കോളേജിൽ കടന്ന് എണ്ണും. എടാ, നിന്റെ കൈ വെടിപ്പായിരിക്കണം. മനസ്സിലായോ? ചേട്ടന്റെയോ അനിയന്റെയോ ചേട്ടത്തിയുടെയോ അനിയത്തിയുടെയോ അപ്പന്റെയോ അപ്പന്റെ സഹോദരങ്ങളുടെയോ നിന്റെ കൈ വെടിപ്പ് അടിച്ചു മാറ്റരുത്. സഭയുടേത് അടിച്ചു മാറ്റരുത്. ഓരോന്നിന്റെ പേര് പറഞ്ഞേ. സൂക്ഷം, ദൈവം നിന്നെ പിടിക്കും. സ്വന്തക്കാരുടെ അടിച്ചു മാറ്റരുത്. അപ്പന്റെ അമ്മയുടെയും അടിച്ചു മാറ്റരുത്. ഏതാ? കണ്ണു തിരിയുമ്പോഴേ കള്ളയാധാരം ഉണ്ടാക്കരുതെന്ന്. തന്ത യാഥാറായി കിടന്നപ്പോ ഇവനും പെമ്പളെ കൊണ്ടൊരു പ്രത്യേക മമത. അവളും പറഞ്ഞു കൊടുത്തു, അച്ഛാ ഇപ്പൊ പോവാനേ നമുക്ക് കാര്യം. തന്തയും അവള് ചെന്ന് ചോദിക്കാം, അപ്പച്ചാ ജ്യൂസ് വേണോ? ഇപ്പോഴാന്നോ ഈ ജ്യൂസ് കൊടുക്കുന്നത്? അയാള് കൊട തെറ്റി കിടക്കുമ്പോ അപ്പച്ചനെ നട്ട്സ് വേണോ? അയാൾക്ക് മോണേ പോലും ഇല്ല നട്ട്സ്. നീ നട്ട്സും പിന്നെ വേറെ പിസ്ത എന്നല്ലേ? കളവൻ തൊലയാറായപ്പോഴോ
പിസ്ത. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോ ചെയ്യണം. ജീവിച്ചിരുന്നപ്പോ ഭാര്യയും ഭർത്താൻ പറഞ്ഞ അവൻ നോക്കട്ടെ, ബേബി നോക്കട്ടെ, ബേബി അപ്പന്റെ മോനല്ലേ, എന്നെ ബേബിയുടെ ഭാര്യ ഞാൻ നോക്കുകയല്ല, എന്റെ കൊക്കിന് ജീവനുണ്ട്. ഞാൻ തങ്കച്ചനോട് പറ, എന്തിയാ പുങ്കച്ചൻ അവന്റെ വീതം മേടിച്ചോണ്ട് അവൻ മലബാറിന് പോയി. പുങ്കച്ചൻ അവനാ തങ്കച്ചൻ. ഉണ്ടെന്ന് ഇതിനകത്തൊക്കെ. ഇതൊക്കെ കള്ളയാധാരം ഉണ്ടാക്കരുത്, അടിച്ചു മാറ്റരുത്, മോഷ്ടിക്കരുത്, അതിരുമാന്തരുത്, കൈവടിപ്പായിരിക്കണം. ചേട്ടനോ അനിയനൊക്കെ കൊടുക്കാനുണ്ട്. ഇന്ന് രാത്രി ക്രമീകരണ മരത്തില് അടുത്ത കൊല്ലം നീ യോഗത്തിന് കൂടുകയല്ല. തീർത്ത കാര്യം പറയാ. അതിനെ സുഖിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിനെല്ലാം സുഖിപ്പിച്ചിട്ട് എന്നെ എടുക്കാനാ? ഞാൻ പറഞ്ഞ കുഞ്ഞുട്ടി പാസ്സൊക്കെ മനസ്സിലാകുന്നില്ലേ? നിന്റെ കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. എല്ലാവർക്കും ഒന്നും ദൈവം നല്ലവനല്ല. ആർക്കാ നല്ലവൻ? ദൈവം ഇസ്രായേലിന് അവർക്കാ നല്ലവൻ. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം നല്ലവനതിനിൽ ഒരു വാദം. നിർമ്മല ഹൃദയന്മാർക്കൻ ദൈവം നല്ലവനതിനിൽ ഒരു വാദം. എന്നാൽ ദുർമതികൾ സൂക്ഷിക്കല്ല ഭൂമത്തിൽ ഇടറി എന്നുള്ളം തീരതുല്യം. എന്നാൽ ദുർമതികൾ സൂക്ഷിക്കല്ല ഭൂമത്തിൽ ഇടറി എന്നുള്ളം തീരതുല്യം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കൈവടിപ്പായിരിക്കണം. ഞാൻ ആ ഭാഗം അങ്ങ് നിർത്തുക. ഇവള് പിടിവാശിക്കാരിയായിരുന്നു. ഒത്തിരി പറയാനുണ്ട്. ഒടുവിൽ മരിക്കുക. പക്ഷേ മരിക്കുന്ന സമയത്ത് രണ്ട് ഭാഗവും പറയണമല്ലോ. ഇവൾ അനുതപിച്ചു, കുറവുകളേറ്റ് പറഞ്ഞു. ദൈവത്തോടെ എല്ലാം വിശദീകരിച്ചില്ല. പക്ഷേ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, റാഗേൽ തൻ്റെ മക്കളെ ചൊല്ലി കരയുക. അവിടെ ഒരു പദമുണ്ട്, അവർക്കില്ലായികയാൽ എന്ന് പറഞ്ഞാൽ നല്ല അവകാശങ്ങളും ഓഹരിയൊന്നും പിള്ളേർക്കില്ല. മൂത്തവൻ യോസേഫ്, ഇപ്പൊ പ്രസവിച്ച ഇളയവൻ ബെന്യാമീൻ, ചോരക്കുഞ്ഞ്. ഇവള് ജാകാൻ പോവുക. ജീവിച്ചിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ സൂത്രം ഒപ്പിക്കാം. പക്ഷെ ഒന്നുമില്ല. ചേട്ടത്തിയുടെ പിള്ളേർക്ക് അവകാശമെല്ലാം പോകുക. രൂപേന് ജ്യേഷ്ഠാവകാശം, ശിമയോന് പ്രഭുസ്ഥാനം, ലേവിക്ക് പൗരോഹിത്യം, യഹൂദയ്ക്ക് രാജത്വം. ഇവള് ജാകാൻ പോവുക. പിള്ളേർക്ക് അവകാശമൊന്നുമില്ല. അപ്പോൾ ഇവള് ഇതിന്റെ നടുവിൽ മരിക്കാൻ പോവുക. ഇവള് പറഞ്ഞ്, കർത്താവേ, പോഷത്വമുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട്, അഹങ്കാരമുണ്ട്, ഭീഷണി മുടക്കിയിട്ടുണ്ട്, ന്യൂനത. ഇന്ന് രാത്രി എല്ലാവരും, ഞാൻ സഹിതം, എല്ലാവരും ഒന്ന് ഏറ്റു പറ, ഹൃദയത്തിൽ ഏറ്റു പറ. കർത്താവേ, ബലഹീനതകളുണ്ട്, പോരായ്മകളുണ്ട്, ആരും പൂർണ്ണരല്ലല്ലോ. റാഗേലിനെ പോലെ ഒന്ന് ഏറ്റു പറ. ഒന്ന് പറ. ഇവിടെ പറയാം, അഹങ്കാരമുണ്ട് കർത്താവേ, വന്നിട്ടുണ്ട്. ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, ഭാര്യയെ ഉപദ്രവിച്ചിട്ടുണ്ട്, അയ്യോ സഹോദരിയോട് കൊമ്പ് കോർത്തിട്ടുണ്ട്, അസൂയപ്പെട്ടിട്ടുണ്ട്, ആമൻ മോഷണം നടത്തിയിട്ടുണ്ട്, അഹങ്കാരമൊത്ത്. കർത്താവേ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. ലംഘനങ്ങൾ മറച്ചു വെക്കുന്നതിന് ശുഭം വരത്തില്ല. എന്നാൽ ഏറ്റു പറഞ്ഞുപേക്ഷിക്കുന്നവന്റെ കരുണ ലഭിക്കും. ഇവളേറ്റ് പറഞ്ഞ് ഓരോന്നോരോന്ന് ഏറ്റു പറഞ്ഞപ്പോൾ അടുത്ത വാക്യത്തിലുണ്ട്, കരയാതെ കണ്ണുനീരടക്ക്. കരയാതെ. യിരെമ്യാവ് 31-ല്ലയോ വാക്യം അല്ലേ? 31-ല്ലയോ റാഗേൽ തന്റെ മക്കളെ ചൊല്ലി കരയുക. അപ്പൊ തമ്പുരാൻ പറഞ്ഞ്, കരയാതെ കണ്ണുനീരടക്ക്. നിന്റെ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. നിന്റെ ഈ കണ്ണുനീരിനൊരു പ്രതിഫലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതുകൊണ്ട് രണ്ട് കാര്യം നടന്നു. ദൈവത്തിന്റെ മഹത്വം പ്രധാനമായിട്ട് അത് പറഞ്ഞ ആ ഭാഗം വിടാം. ഒന്ന്, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായിട്ട് ഇവിടെ മകനെ കയറ്റി, ബെന്യാമീനെ കയറ്റി. രണ്ട്, ലോകരക്ഷകൻ പിറവിയെടുത്തത് ഈ കല്ലറയിലാണ്. സ്തോത്രം. ഇനിയുണ്ട് ചരിത്രം. രൂത്തും നവോമിയും കൂടെ വന്നപ്പോ ഈ കല്ലറത്തൂണയിൽ ഒന്ന് ജാരി ഇരുന്നെന്നാ. രണ്ടുപേരും കൂടെ ബേത്ത്ലേഹേമിലെത്തിയെന്നാ. മോനെ വായിച്ചേ മോനെ, 1:19. പെട്ടെന്ന് വായിരും. 1:19 ഏതൊന്നാന്നായിരിക്കും മോനെ? രൂത്ത്. അവളോട് വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. വായിക്കടാ, രൂത്ത് 1:19 പെട്ടെന്ന്.
കണ്ടില്ലേ? പെറുക്കാൻ പോയി തപ്പി ഊപ്പാട് പെടുക രൂത്തിന്റെ സഹോദരി പെട്ടെന്ന് വായിരുന്നു. എടാ ഉൽപ്പത്തി പുറപ്പാടില് അവന് താല്പര്യം രൂപത്തിനോടൊന്ന് റൈച്ചലിനോടാ താല്പര്യമില്ലയോ? ഇവിടെ വായിരും വായിക്കേ. അങ്ങനെ അവർ രണ്ടുപേരും ബെത്ലഹേം വരെ നടന്നു. മതി അത് മതി. എത്രയോ കിലോമീറ്റർ നടന്നു വന്ന് വേറെപഠിതാക്കൾ പറയുന്നത് അമ്മായിയമ്മയും മരുമകളും രൂത്തും ഒക്കെ നടന്ന് അങ്ങ് മോബാവിൽ നിന്ന് നടക്കില്ലേ. മോബാവി 2 പട്ടണം, 6 പട്ടണോ കീർപട്ടണോ. അപ്പം എല്ലാം എടുക്കാൻ നേരമില്ല. നടന്നിങ്ങോട്ട് വന്ന് ബേത്ലഹേം വന്നവൻ 2 പേര് ക്ഷീണിച്ചപ്പം ഈ രൂത്തും നൊവോമിയും കൂടെ അവിടെ ഒരു കല്ലറത്തൂണ്, ഉൽപ്പത്തി 35 കല്ലറത്തൂണെന്നുണ്ട്. വായിച്ചേ മോനെ, ഇത് മറിക്കാതെ കണ്ട് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 35 ഇവള് മരിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് ഒരു കല്ലറത്തൂണ് അവിടെ പണിതെന്നാ. വായിക്കും മോനെ, വായിക്കടാ. എഫ്രാത്തയ്ക്ക് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. കൂൺ തോരൻ വെക്കാൻ പോവാന്നോട്. എന്നാലും എന്റെ പൊന്നുമോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ വായിക്കടാ. അവളുടെ കല്ലറയിന്മേൽ യാക്കോബ് ഒരു തൂൺ നിർത്തി. ഒരു തൂണ് നിർത്തി. അപ്പോൾ ഈ ചരിത്രം പറയുന്നത് നവോമിയും രൂത്തും കൂടെ മോവാബിൽ നിന്ന് നടന്നിങ്ങോട്ട് വന്ന് ക്ഷീണം തോന്നിയപ്പോൾ ഈ തൂണയിലൊന്ന് ചാരി അത് സ്വർഗം കണ്ടു. ആകെ ചരിത്രത്തിലോട്ടൊന്നും ഇപ്പൊ പോകുന്നില്ല. ഇതൊക്കെ വചനത്തിന്റെ വേറൊരു വശവാ. ഒന്ന് ചാരി സ്വർഗം അത് കണ്ടു. നീ ആർക്കേലും ഒക്കെ ഒന്ന് ചാരാൻ ഇടം കൊടുത്താലേ, തല ചായ്ക്കാൻ ഇടം കൊടുത്താലേ, ക്ഷീണം തീർക്കാൻ ഒരു കപ്പ് വെള്ളം കൊടുത്താലേ, ആ വെള്ളം ഒന്ന് ചൂടാക്കി കൊടുത്താൽ ചൂടാക്കുന്നതിനകത്ത് ഇച്ചിരി പഞ്ചാര കാപ്പിപ്പൊടിയും കൂടെ ഇട്ടാൽ, അതിനകത്ത് ഇച്ചിരി പാലൂടെ ചേർത്താൽ, അതിനകത്ത് ഇച്ചിരി ബൂസ്റ്റ് കൂടെ കലക്കും പാപ്പച്ച. ഹല്ലേലൂയ. ദൈവം നിന്നെ മറക്കത്തില്ല കേട്ടോ. നിന്റെ സന്തതിയെ മറക്കത്തില്ല കേട്ടോ. ദൈവം നിന്നെ ഓർക്കും കേട്ടോ. ദൈവം നിന്നെ ആദരിക്കും കേട്ടോ. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കും. ദൈവത്തിന് മഹത്വം കൊടുക്കും. സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യം വച്ചാൽ ബോബസിൻ കാലായിൽ സ്വന്തം ദേശം വിട്ട് തന്റെ അമ്മയോടുകൂടെ ചേർന്ന രൂത്തു ഭാഗ്യം വച്ചാൽ ബോബസിൻ കാലായിൽ എന്നതുപോൽ വന്നിടുന്നു സ്നേഹിതരെ നിങ്ങൾ വാതിൽക്കൽ മുട്ടിടുന്ന നാഥൻ. ആടെ പാടാൻ നേരമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ രൂത്തും നവോമിയും കൂടെ ഈ കല്ലറത്തൂണിലൊന്ന് ചാരി. അതുകൊണ്ട് എന്തോ സംഭവിച്ചു എന്ന് വെച്ചാൽ ഇവള് പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ച് ദൈവസന്നിധി ചേർക്കപ്പെട്ടു വഴിയരികെ അടക്കിയെങ്കിലും ദൈവം പറഞ്ഞ് കരയാറ് കണ്ണുനീരടക്ക്. ഇതിന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണം ഇവിടെ ചെറുക്കനാ ബെന്യാമീൻ, ആ ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് പ്രഥമ രാജാവിനെ എഴുന്നേൽപ്പിച്ചു. മാത്രമാണോ ലോകരക്ഷകൻ പിറവിയെടുക്കുന്നത്? ആദ്യത്തെ പ്രത്യക്ഷത ഈ സൂക്ഷ്മ സ്ഥലത്ത്. ഇങ്ങനെ പറഞ്ഞാൽ അങ്ങ് പോകും, ഞാൻ അങ്ങ് പോവുകയും ചെയ്യും. ഇന്നും നാളെയും പറഞ്ഞാൽ തീരുകയല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാൻ കണ്ണാടി എടുക്കുന്നു. നിർത്തുക. ദൈവത്തിന് മഹത്വം. ആദ്യത്തെ പ്രത്യക്ഷത. എന്തിനാ പ്രത്യക്ഷപ്പെട്ടത്? ആദ്യത്തെ പ്രത്യക്ഷത ദൈവത്തിന് മഹത്വം. അത് പറഞ്ഞ നിർത്താം. എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എങ്ങനെ ജനിക്കും? 7:14 യെശയ്യാവ് കന്യകാസൂനുമായി ജനിച്ചു കഴിഞ്ഞാൽ വിശേഷത എന്നാ? അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ഇതൊക്കെ വിശദീകരിച്ച് പോകേണ്ടതാ, തുടർന്നില്ല. ഏത് കുടുംബത്തിൽ നിന്ന് വരും? യെശയ്യാവ് 11:1 വായിരു മോനെ, പെട്ടെന്ന് വായിക്കടാ. യെശയ്യാവ് 11:1. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയെന്നാ കേട്ടോ. ഒരു മുള പൊട്ടി പുറപ്പെടും. മതി. ഇശ്ശായിയുടെ കുറ്റിയെന്ന്. ഏത് കുറ്റിയാ? ഇശ്ശായിയുടെ കുറ്റി. അപ്പൊ ശ്രദ്ധിച്ചേ, ആദ്യത്തെ പ്രത്യക്ഷത ചുമ്മാ പ്രത്യക്ഷപ്പെട്ടതല്ല, തിരുവെടുത്ത് കുറിച്ചു വെച്ചതുപോലെ. എങ്ങനെ? എവിടെ ജനിക്കും? ബേത്ലഹേമിൽ. എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി.
ജനിക്കുന്ന ശിശുവിന്റെ വൈശിഷ്ട്യം അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഇനി ഏത് കുടുംബത്തിൽ നിന്ന് വരും? അതാ ഇപ്പം വായിച്ചത്, ഒന്നുകൂടെ വായിച്ചേ മോളെ. 11:1. എന്നാൽ ഇശ്ശായിയുടെ കുറ്റി. ഈ കുറ്റി ആരാ? വായിച്ചേ മോളെ. ഇശ്ശായിയുടെ കുറ്റി മുമ്പേ വായിച്ച പുസ്തകം, രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 18 വായിച്ചേ. ഇശ്ശായിയുടെ കുറ്റി ആരാണ്? രൂത്ത് 4:18. ഫേരസിന്റെ വംശപാരമ്പര്യമാവിത്. ആരാ മോനെ പേരേസ്? അവനിപ്പോ ചിന്തിക്കുക, വായിച്ചത് അബദ്ധം, അല്ലെങ്കിൽ ഇയാൾക്ക് വായിച്ചു കൊടുത്ത ഇയാളുടെ തൊടിലിതാ. പേരേസ് ആരാ സഹോദരി? ജോൺസാ? പേരസ് ആരേലും ആട്ടെ, സമയം പോയത് ആ നിർത്ത്. പേരസും സേരകും ഒക്കെ പറഞ്ഞിരുന്ന. അയ്യോ, പേരസ് യഹൂദയുടെ മകനാ. യഹൂദയ്ക്ക് താമാറിക്കൂട് ജനിച്ചതാ പേരസ്. യഹൂദ ആരുടെ മകനാ? യാക്കോബിന്റെ. യാക്കോബ് ആരുടെ മകനാ? ഇസഹാക്കിന്റെ. ഇസഹാക്ക് ആരുടെ മകനാ? അബ്രഹാമിന്റെ. അബ്രഹാം ആരുടെ മകനാ? തേരകിന്റെ. തേരക ആരുടെ മകനാ? നാഹോറിന്റെ. ഇല്ലയോ? ഓ, അറിയാമല്ലോ. ആദാം മുതൽ നോഹ വരെ 10 തലമുറ, നോഹ മുതൽ അബ്രഹാം വരെ 10 തലമുറ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14 തലമുറ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14 തലമുറ, ബാബേൽ പ്രവാസം വരെ ക്രിസ്തു വരെ 14 തലമുറ. 3 14 2 10 2 10 20 3 14 42 42 20 62 എണ്ണപ്പെട്ട തലമുറ. ആദാം മുതൽ ക്രിസ്തു വരെ 62 വേറെ ഉണ്ട്. ആദാം, ശേത്ത്, ഏനോശ, കേനാന്, മഗലേല്, യാരദ്, ഹാനോക്ക്, മധുശലഹ്, ലാമക്ക്, നോഹ. നോഹയ്ക്ക് 3 മക്കൾ, ഷേം, ഹാം, യാബത്ത്. അതിൽ ഷേമിന് ഒരു മകനുണ്ടായ അർപ്പച്ചാദ്. വായിക്കുപോനെ, ഷേമിന്റെ മകൻ അർപ്പച്ചാദ്. വായിക്കടാ 11:10. പെട്ടെന്ന് വായിരു. ഉൽപ്പത്തി 11:10 പെട്ടെന്ന് വായിക്കാൻ മോനെ, വായിക്കണം. ഷേമിന്റെ വംശപാരമ്പര്യം. ഷേമിന് 100 വയസ്സായപ്പോൾ ജലപ്രളയത്തിന് പിമ്പ് 2 സംവത്സരം കഴിഞ്ഞപ്പോൾ അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു. 12-ാം വാക്യം. അർപ്പക്ഷാദിന് 35 വയസ്സായപ്പോൾ ജനിപ്പിച്ചു. 14-ാം വാക്യം. ശാലേഖിന് 30 വയസ്സായപ്പോൾ ഏബേരിനെ ജനിപ്പിച്ചു. 16-ാം വാക്യം. ഏബേരിന് 34 വയസ്സായപ്പോൾ പെലേഗിനെ ജനിപ്പിച്ചു. 18-ാം വാക്യം. പെലേഗിന് 30 വയസ്സായപ്പോൾ രയൂവിനെ ജനിപ്പിച്ചു. 20-ാം വാക്യം. രയൂവിന് 32 വയസ്സായപ്പോൾ ഷെറൂഗിനെ ജനിപ്പിച്ചു. 22-ാം വാക്യം. ഷെറൂഗിന് 30 വയസ്സായപ്പോൾ നാഗോറിനെ ജനിപ്പിച്ചു. 24-ാം വാക്യം. നാഗോറിന് 29 വയസ്സായപ്പോൾ അവൻ അബ്രഹാം നാഗോർ ഹാരാൻ ജനിപ്പിച്ചു. 26 തേരകിന്റെ 70 വയസ്സായപ്പോൾ അവൻ അബ്രാം, നാഹോർ, ഹാരോൻ എന്നിവരെ ജനിപ്പിച്ചു. 27 തേരകിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രഹാമിനെയും നാഹോരിനെയും. വായിക്കുമോനെ. തേരഹിന്റെ വംശപാരമ്പര്യമാവിത്. തേരഹ് അബ്രഹാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. അബ്രാമിനെയും നാഗോറിനെയും ഹാരാനെ ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. എന്നാൽ ഹാരാൻ തന്നെ ജന്മദേശം വെച്ച് കൽദയരുടെ ഒരു പട്ടണമായി ഊരി വെച്ചതിന്റെ അപ്പനാകുന്ന തേരകന് മുന്നേ മരിച്ചുപോയി. അബ്രാമും നാഗോറും ഭാര്യമാരെ എടുത്തു. അബ്രാമിന്റെ ഭാര്യയ്ക്ക് സാറാകുന്ന നാഗോറിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്ന പേര്. മിൽക്കയുടെ ഇസ്കയുടെയും പുത്രനായ ഹാരാന്റെ പുത്രി സാറാ മച്ചിയായിരുന്നു. തലമുറകളുണ്ടായിരുന്നില്ല. തേരക തന്റെ മകനാകുന്ന അബ്രഹാമിനെയും തന്റെ പുത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളാകുന്ന സാറായി കൂട്ടിക്കൊണ്ട് കൽദയരുടെ ഒരു പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുവാൻ പുറപ്പെട്ടു. അങ്ങനെ അവർ ഹാരാനും വരെ വന്ന് ഇവിടെ പാർത്തു. തേരകന്റെ ആയുഷ്കാലം 205 സംവത്സരം. തേരക ഹാരാനി വെച്ച മരിച്ചു. തേരക ഹാരാനിൽ വെച്ച് മരിച്ചു. അവൻ വായിച്ചു ദൈവമേ മരിച്ചു. ദൈവം നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. ദൈവം കയറി ഇതോ ജനത്തിനിടെ നീ എനിക്ക് വായിച്ചു തന്നല്ലോ. ഇപ്പോഴാന്ന് എടാ എനിക്ക് ആർക്കും വായിച്ചു തരുന്നില്ല. എനിക്ക് എല്ലാവരും അങ്ങ് പെണ്ണുകളെല്ലാം ചുമ്മാ സഭയിലൊക്കെ കടന്നും കാസർഗോഡ് എനിക്ക് വായിച്ചു തരിക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അതിന് കാരണം ഇത് വായിക്കുന്നവനും വായിച്ചു കേൾപ്പിക്കുന്നവനും ഭാഗ്യമുള്ളവനാ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പോയിരുന്നു ഇനി ഭാഗ്യമുണ്ട്, വായിക്കും. അനുഗ്രഹം കിട്ടിയച്ഛനെയും കണ്ണടച്ചിരിക്കരുത്, വായിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ കുടുംബമേതാണ് ഇശ്ശായിയുടെ കുട്ടി. എലീശയുടെ കുട്ടി. ഇനി 4-ാം അധ്യായത്തിന്റെ 18 രൂത്തിന്റെ പുസ്തകം 4:18 പേരസിന്റെ
വായിച്ചോ സഹോദരി? സഹോദരി വായിച്ചല്ലയോ? ഫേരസിന്റെ വംശപാരമ്പര്യമാവിത്. അനുഗ്രഹം പ്രാപിച്ച അവനും എടുക്കാനായി അവൻ വിട്ടു തരികയല്ല. ഫേരസിന്റെ വംശപാരമ്പര്യമാവിത്. ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഇങ്ങോട്ടിരുന്നേച്ച് പുള്ളി അവിടോട്ടെടുത്തു. അവിടെ കിടന്ന് മുട്ട ഇടാതെ ഇങ്ങോട്ടിരുന്നേച്ച് പുള്ളി അവിടോട്ടെടുത്തു. കിടന്നോ അവിടെ ഇരിക്കും. ഇത് കണ്ടാലെങ്കിലും ചെയ്യണ്ടേ? പുള്ളിയുടെ സ്ഥലമാണോ ഇത്? ലൈവിന്റെ ആളാണോ? നമ്മളാ രക്ഷിക്കപ്പെട്ടതാണോ? എല്ലാം ചെയ്തയച്ച് അവസാനം നരകുപിടി ഇന്ന് പോകരുത്. എല്ലാവരും കാണിച്ചു വെച്ചാൽ ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ പുള്ളി അവിടെ കിടക്കുക. യേശുവിനെ രക്ഷിതാവായി, യേശു മാത്രമാണ് രക്ഷകൻ. വീഡിയോ പിടിച്ചില്ല, കുന്തം പിടിച്ചില്ലെന്നേ ഉള്ളൂ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ, മറ്റൊരുത്തലും രക്ഷയില്ല. യേശു മാത്രമാണ് രക്ഷകൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് യിശയ്യായുടെ കുത്തിയിൽ നിന്നാ ദൈവത്തിന് മഹത്വം. പേരസിന്റെ വംശപാരമ്പര്യം അവർ വായിച്ച പേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഗെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാമിനെ ജനിപ്പിച്ചു. രാമ അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഗശോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശ്ശായിയെ ജനിപ്പിച്ചു. ഇശ്ശായി ദാവീദിനെ ജനിപ്പിച്ചു. ഇശ്ശായിയുടെ കുത്തിയിൽ നിന്ന്. അപ്പോൾ ഇത് മുൻനിർണയിച്ചതുപോലെ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത്. എവിടെ പ്രത്യക്ഷപ്പെടും? ബേത്ലഹേമിൽ. എങ്ങനായിരിക്കും പ്രത്യക്ഷത? കന്യകാസൂനുമായി പ്രത്യക്ഷപ്പെടുന്ന ശിശുവിന്റെ വിശേഷത. അത്ഭുത മന്ത്രി, വീരനാം ദൈവ, നിത്യപിതാവ്, സമാധാന പ്രഭു. ഈ ശിശു ഏത് കുടുംബത്തിൽ നിന്ന്? ഈശായുടെ കുത്തിയിൽ നിന്ന്. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത. ഏതാ? യേശുവിന്റെ. ഓടിച്ചു നിർത്തുക പാപ്പച്ച, എന്തായാലും മെനക്കേടാ, 10 നിർത്താം. എന്തായാലും പണ്ടൊരു തള്ള പറഞ്ഞ പോലെ ഏതായാലും നരകത്തില്ല, എന്നാ പിന്നെ കുറിച്ചും കൂടെ ചൂടാ. എവിടെയെങ്കിലും ഒന്ന് ഒപ്പിക്കണ്ടേ? ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ പ്രത്യക്ഷത. എന്തിനാ യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? എന്തിനാ പ്രത്യക്ഷപ്പെട്ടത്? 4 കാര്യം. ഒത്തിരി ഉണ്ട് പറയാൻ. 4ആയിട്ട് അങ്ങ് ചുരുക്കുക. 1, വായിച്ചേ മോനെ വായിക്കടാ. ലൂക്കോസിന്റെ സുവിശേഷം 19:10 വായിക്കേ. എന്തിനായിരുന്നു ആദ്യത്തെ പ്രത്യക്ഷത? ലൂക്കോസ് 19:10 വായിക്കേ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാ അവിടുന്ന് ആദ്യത്തെ പ്രത്യക്ഷത. കാണാതെ പോയ ഒന്നിനെ തിരക്കി ഒരുത്തനും വരുന്നില്ല. പണ്ടൊരാള് മല്ലപ്പുള്ളി പീലിക്കുഞ്ഞ് പറഞ്ഞ പോലെ പോയത് പോട്ടെ, പോരടി പാപ്പിന്ന്. എല്ലാരും അങ്ങനെ കരുതുമ്പോൾ യേശു വന്നത് എന്തിനാണെന്നറിയാമോ? കാണാതെ പോയ സകലതിനെ തിരഞ്ഞ് രക്ഷിപ്പാനാ ആദ്യത്തെ പ്രത്യക്ഷത. വിവരിക്കാൻ നേരമില്ല. എന്റെ വാമ്പച്ചായ എനിക്ക് അങ്ങ് 12 മണി വരെ പ്രസംഗിച്ചാൽ കൊള്ളാന്ന് ഒരു ഭൂതിയുണ്ട്. പേടിക്കണ്ട, നിർത്തുക. പുള്ളിയും കിടന്ന് വിഷമിക്കുക. ഇയാളോട് നിർത്താൻ പറയാൻ പറ്റുമോ? പുള്ളി നിർത്തുമോ? ഒന്നാമത് ബോധമില്ലാത്തവനാ. വല്ലോ മൈക്ക് കൂടെ വിളിച്ച് പറഞ്ഞ ഈ ദേശത്ത് എനിക്കൊരു മാന്യത ഉണ്ട്, അത് ഇയാൾ ഇന്ന് രാത്രി ആ മാന്യതയോടെ തന്നെ ഇന്ന് രാത്രി പോക്കൂ. നിർത്തുക. ദൈവത്തിന് മഹത്വം. എനിക്ക് കർത്താവിനെ പറ്റി പറഞ്ഞോട്ടൊന്നും ആർത്തിരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. കാണാതെ പോയതിന് തിരഞ്ഞു രക്ഷിപ്പാനാ യേശു ഇങ്ങോട്ട് വന്നത്. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഇടയ്ക്ക് വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ട് ഇറങ്ങി വന്നു, സ്വർഗമഹിമകൾ വെടിഞ്ഞു, ഇടയ്ക്ക് വേണ്ടി യേശു യാഗമായി. നിർത്തുക, വളരെ നേരമില്ല. അപ്പോൾ 1, എന്തിനാ ആദ്യത്തെ പ്രത്യക്ഷത? കാണാതെ പോയതിനെ രക്ഷിക്കാൻ. 2, എന്തിനാ വന്ന? വായിക്കുമോനെ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കുമോനെ. വായിക്കടാ. യോഹന്നാന്റെ 1-ാം ലേഖനം 3-5. എന്തിനാ വന്ന് ആദ്യത്തെ പ്രത്യക്ഷത? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി നിന്റെ അകൃത്യങ്ങൾ കടിച്ചുമപ്പായിരുന്നാലും രക്താംബരം പോലെ ഇരുന്നാലും എത്ര അകൃത്യമുണ്ടാലും അത് മുഴുവൻ പരിഹരിക്കുവാൻ, അവൻ പരിഹാരം വരുത്തുവാൻ യേശു പ്രത്യക്ഷനായി. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാപത്തിന് പരിഹാരമല്ല. പാപത്തിന് പരിഹാരം യേശുവിന്റെ രക്തത്താല. അപ്പോൾ പാപം പരിഹരിക്കാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം ഇവിടെ എന്തിനാ പ്രത്യക്ഷനായത്? യോഹന്നാന്റെ ലേഖനം തന്നെ 3-ാം അധ്യായത്തിന്റെ 8 വായിച്ചേ മോനെ. 3-ന്റെ 8. പാപം ചെയ്യുന്നവൻ
പിശാചിന്റെ മകനാകുന്നു. അടുത്തത്, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവനല്ലോ. അടുത്തത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് രാത്രി സാത്താന്റെ കെട്ടുകളെ അടിക്കുന്ന രാത്രിയാ. ചില രോഗബന്ധനങ്ങളിട്ട് ചിലരെ കെട്ടിവച്ചിരിക്കുക. ആ കെട്ട് ഇന്ന് രാത്രി പ്രത്യക്ഷപ്പെട്ട യേശു അടിക്കും. നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, ധമനിക്കകത്ത് കുടിയിരിക്കുന്ന കെട്ടിവച്ചിരിക്കുന്ന രോഗാത്മാവിന്റെ ബന്ധനത്തെ ഇന്ന് രാത്രി യേശു അടിക്കുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. അവൻ പൈശാചിക ബന്ധനത്താൽ അവൻ വരിഞ്ഞു മുറുക്കിയ കെട്ടുകളെ ഇന്ന് രാത്രി യേശു പൊട്ടിക്കും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്റെ കുടുംബത്തെ, തലമുറയെ, നിന്നെ, ഭാവിയെ, ശുശ്രൂഷയെ, സഭയ്ക്കെതിരെ, ദേശത്ത് ദൈവപ്രവർത്തിക്കെതിരെ തടുത്തു നിൽക്കുന്ന പോരുകടമേൽ ഇന്ന് രാത്രി ദൈവാത്മാവ് വിടുതലയിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവം വിടുതലയിക്കുമെന്ന്, വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് അരുളി ചെയ്യുകയാണ്. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ രാത്രി, ഇന്ന് രാത്രി അവ സാത്താൻ കെട്ടുകളെ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊണ്ട് ഞാൻ ബാക്കി ഭാഗം പ്രസംഗിക്കുന്നില്ല. ഇന്ന് രാത്രി ചില വിടുതലോടെ വേണം തിരിച്ചു പോകാൻ. എന്തിനാ യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത്? ഒന്ന്, കാണാതെ പോയതിന് രക്ഷിപ്പാൻ, തിരഞ്ഞെടുക്കാൻ ഇന്ന് രാത്രി യേശു പ്രത്യക്ഷപ്പെട്ടു. 2, സകല പാപങ്ങളും പരിഹരിക്കാൻ ഇന്ന് രാത്രി. സ്നേഹിത, സുഹൃത്ത്, നിന്റെ പാപം യേശു പരിഹരിക്കും. യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ നിന്റെ പാപം പരിഹരിക്കും. 3, യേശു കുറിച്ച് പ്രത്യക്ഷപ്പെട്ടത് സാത്താന്റെ കെട്ടുകളെ അടിപ്പാനാ. ദീർഘനാളുകളായി നിന്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനം, നിന്റെ തലമുറയെ ബന്ധിച്ച ബന്ധനം, നിന്റെ ശരീരത്തെ ബന്ധിച്ച ബന്ധനം, ദേശത്തെ കെട്ടിയ കെട്ടുകൾ, ദേശാധിപതികളുടെ ശക്തികൾ, ദേശത്തിന്റെ പോരുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കുക. വിടുതലോടെ പോകണം, വിടുതലോടെ തിരിച്ചു പോകണം. ദേശത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അടിയട്ടെ. ദേശാധിപതികളുടെ ശക്തികൾ ഇന്ന് രാത്രി അടിയട്ടെ. നീ വിശ്വസിച്ച് സ്വോത്രം ചെയ്യ, വിശ്വസിച്ച് ഇന്ന് രാത്രി സ്വോത്രം ചെയ്യ. വിടുതലോടെ, വിടുതലോടെ, വിടുതലോടെ തിരിച്ചു പോകണം. ഇന്ന് രാത്രി ദൈവം നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനത്തെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അടിക്കുന്ന രാത്രിയാ. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അടമന ജലപടപല തിരപടപല യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. തലമുറയെ ബന്ധിച്ച ബന്ധനം ഇന്ന് രാത്രി അടികട്ടെ. നിന്റെ തലമുറയെ കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി അടികട്ടെ. ഭാവിക്കെതിരെ ബന്ധിച്ച ബന്ധനം ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലിന്റെ വ്യാപാര ശക്തി. വന്നതുപോലെ തിരിച്ചു പോകരുത്, വന്നതുപോലെ തിരിച്ചു പോകരുത്. ഇന്ന് രാത്രി വിടുതലോടെ തിരിച്ചു പോകും. യേശു നിന്നെ സൗഖ്യമാക്കും, യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്റെ പാപത്തെ മോചിക്കും, യേശു കെട്ട് പൊട്ടിക്കും. ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അടുത്തിരിക്കുന്ന ആരെ ശ്രദ്ധിക്കേണ്ട? നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. അടുത്തിരിക്കുന്ന ആര് നമ്മുടെ വിഷയമല്ല. ഇന്ന് രാത്രി സാത്താന്റെ കെട്ടുകൾ അടിക്കട്ടെ. ദീർഘനാളുകളായി നിന്നെയും നിന്റെ കുടുംബത്തെയും ബന്ധിച്ച ദുഷ്ട ബന്ധനങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അടിക്കട്ടെ. താമര കഥകളെ തകർത്ത് ഇനി പോരാട്ടങ്ങളെ ഖണ്ഡിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി. ആരാധനകൾ വിടുതൽ, ആരാധനകൾ വിടുതൽ. ഇന്ന് രാത്രി ദേശം വിടുവിക്കപ്പെട്ടത്. ഈ വാളക്കുടി ദേശം, ചുടരദേശം, തടിയൂര്, പ്രാങ്കമണ്ണ്, ഈ ദേശമെല്ലാം വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അടിമക്കെട്ടി മടകാജാല ദൈവദാസന്മാർ എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവദാസന്മാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ഇന്ന് രാത്രി ദൈവദാസന്മാരെല്ലാരും എഴുന്നേറ്റ് നിന്ന്, നിയോഗമുള്ളവർക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി വിടുതൽ, 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 വിടുതൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ, വിടുതൽ, വിടുതൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. ദുഷ്ടപോരുകൾ ഇന്ന് രാത്രി അടിക്കട്ടെ. കുടുംബത്തിനെതിരെ, നന്മയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ, ഭാവിക്കെതിരെ വെല്ലുവിളിക്കുന്ന ദുഷ്ട വ്യാപാരങ്ങൾ
ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ജയത്തിന്റെ രാത്രി സാത്താന്റെ കെട്ടുകളെ അഴിപ്പാൻ ദൈവപുത്രൻ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, വിടുതൽ, വിടുതൽ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ എല്ലാവരോട് അപേക്ഷിക്കുന്നു. ഇറങ്ങിപ്പോകരുത്, ഇപ്പൊ യോഗം നിർത്തുക. ഒരു മിനിറ്റ് നമ്മുടെ സമാപന യോഗമാണ്. ആ കരങ്ങൾ രണ്ടും ഉയർത്തി ഒക്കുന്നെങ്കിലും ഒന്ന് വീശി അല്പ മിനിറ്റുകൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത്. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെ ചേർന്ന് പാടാം. എല്ലാരും ചേർന്ന് പാടും. ക്രിസ്തുവിൻ കൂടെ പാർക്കുന്ന ഒരിക്കൽ കൂടെ കരങ്ങൾ വീശി എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം.